നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, ഇടയ്ക്കെന്തോ സിന്ധു അതിന് വഴക്കും കൂടി. നമ്മൾ നേരം പുലർന്ന് എന്താ പറയുക, എണീക്കാൻ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് രാത്രി ഉറങ്ങാൻ കിടന്നവന് ജീവനുണ്ടോ എന്ന്. വിഗ്രഹ ആരാധനകളിൽ മതം പറഞ്ഞ് ദൈവങ്ങളെ വീതം വയ്ക്കുന്നതിൽ ഒന്നും വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഏതോ ഒരു ശക്തി, ഒരു അദൃശ്യമായ ശക്തി ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. രാത്രി 2 മണിക്കാണല്ലോ ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങാനായിട്ട് വാതിലെല്ലാം അടച്ച്, ലൈറ്റുകളെല്ലാം അണച്ച്, പല്ല് തേച്ച് റെഡിയായി വന്ന് കിടക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട ശേഷം ഞാൻ ആരോടും പറയാറില്ല, സ്വയം അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്ക് സിന്ധു നല്ല ഉറക്കമായി കാണും. ഞാൻ ആ കട്ടിലിരുന്നിട്ട് ഒരു ദിവസവും കൂടി ജീവിതം നീട്ടിത്തന്ന ഞാൻ കണ്ടിട്ടില്ലാത്ത ആ ശക്തിക്ക് നല്ല നമസ്കാരം പറഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ്. എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. എനിക്കതൊരു ആശ്വാസമാണ് അങ്ങനെ പറയുമ്പോൾ. ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട്, ഞാൻ കണ്ടിട്ടില്ലാത്ത ശക്തിയോട് ഒരു ദിവസം കൂടി ആയുസ് നീട്ടിത്തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ്. ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥ വന്നാൽ അത് മാത്രം മതി നമ്മളൊക്കെ എത്ര പണം വാരി കൂട്ടിയാലും ഫലമില്ലാതെ പോകാൻ. പോരെ, ഓക്സിജൻ കിട്ടാതെ എന്ത് ചെയ്യും? റോഡിന് കുറുകെ ചാടുന്ന ഒരു നായയോ കാട്ടുപന്നിയോ മതി നമ്മുടെ ജാതകം മാറ്റിമറിക്കാൻ. കാറ്റ്, തീയ്, വെള്ളം, ഇവരിൽ ഒരാൾ വിചാരിച്ചാൽ മതി നമ്മുടെ കട്ടയും പടവും അവിടെ തീരും. എന്നാലും നമ്മൾ മനുഷ്യർ കരുതുന്നത് ഞാനൊഴിച്ച് എല്ലാവരും തീർന്നാലും ഞാനുണ്ടാകും ബാക്കി എന്നാണ്. അത് മണ്ടന്മാരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ബാക്കി എല്ലാവരും പോകും, പക്ഷേ ഞാനിവിടെ തന്നെ കാണും 10-50 വർഷം കൂടി എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് നമ്മൾ. വില കൂടിയ ബൈക്കിലും കാറിലും ചിലർ പായുന്നത് കണ്ടാൽ, ഞാനിങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ പാഞ്ഞു പോകുന്ന, സിഗ്നലൊക്കെ തെറ്റിച്ച് പറന്ന് പോകുന്ന കണ്ടാൽ ഞാൻ സിന്ധുവിനോട് പറയും, അവൻ്റെ അമ്മയ്ക്ക് വായുവിനെന്തോ തകരാറ് വന്നു, വായു കുറഞ്ഞു പോയി, അപ്പോൾ അതുകൊണ്ട് വായു ഗുളിക വായിക്കാൻ പോക്കാണ് എന്ന് ഞാൻ പറയാറുണ്ട്. ഈ ലോകം എൻ്റെ കാൽക്കീഴിലാണെന്നും എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നും വിചാരിക്കുന്ന പമ്പര വിഡ്ഢികൾ മനുഷ്യർ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും മറ്റുള്ളവരെ പേടിയുണ്ട്. പൂച്ച പട്ടിയെ പേടിക്കും, പട്ടി പുലിയെ പേടിക്കും, അങ്ങനെ പരസ്പരം പേടിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യന് മാത്രമാണ് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള അഹന്തയുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് അസുഖമാണെന്ന വാർത്ത പരന്നപ്പോൾ ബന്ധവും സ്വന്തവും ഇല്ലാത്ത നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടായിരിക്കുമെന്നാണ് ഒരു വിശ്വാസം. എനിക്കെന്തായാലും നന്നായിട്ട് നൊന്തു. ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയും ആരോ കേട്ടിരിക്കാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം രോഗ്യത്തിൽ നിന്നെല്ലാം വിമുക്തനായി കുറേ കാലമായിട്ട് കാർ ഓടിക്കാതിരുന്ന മനുഷ്യൻ കാർ ഓടിച്ച് മദ്രാസ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വിഷയം നിങ്ങൾ കണ്ടല്ലോ. ഇനി പറയുന്ന ആളിനായും ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളും നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും. പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ യുവാവാണല്ലോ സന്തോഷ് വർക്കി. ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ആ യുവാവിനെ. എന്നെ മോശമായി എന്തൊക്കെയോ അയാൾ വിളിച്ച് പറയുകയും ചെയ്തു. മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ എന്നുള്ള പോലെ എന്നെ വിളിച്ചിട്ട്, നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്നാണ് അവസാനമായിട്ട് എൻ്റെ ചോദിച്ചത്. അപ്പോൾ നമ്മളെ വായിൽ നിന്ന് കുറേ കേൾക്കും, അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു എപ്പിസോഡാക്കും. അങ്ങനെ ആയി വന്നപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഇവൻ വിളിച്ച മറുപടി പറയരുത്. കാരണം ഫോണെടുത്ത് റിസീവർ എടുത്ത് കാതിൽ വയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ഞാൻ മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കും. അവൻ എന്തൊക്കെയോ പറയും, അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കളയും. ആ ചെറുപ്പക്കാരൻ ഇന്നലെയോ മറ്റോ ഒരു വാർത്ത പുറത്തു വിട്ടു, എന്നെ ഒരുപാട് ദുഃഖിപ്പിച്ചു. എനിക്ക് മൾട്ടിപ്പിൾ മൈലോമ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നാണ് സന്തോഷ് വർക്കി എഴുതിയിരിക്കുന്നത്. ഇതിന് മരുന്നില്ല എന്നുള്ള മണ്ടത്തരവും ആ പയ്യൻ എഴുതിയിരിക്കുന്നു. മരുന്നുണ്ട് കൃത്യമായി. അവൻ്റെ ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇതിന് കൃത്യമായ മരുന്നുകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ അവൻ അങ്ങ് കുറിച്ചു ഇതിന് മരുന്നില്ല എന്ന്. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? എൻ്റെ അച്ഛനും ഈ അസുഖമായിരുന്നു. എനിക്കിനി ജീവിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. ഇനി കൂടി വന്നാൽ വെറും 2 മാസം, അതിനപ്പുറം ഞാൻ ജീവിക്കില്ല എന്നാണ് സന്തോഷ് വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.
2 മാസമേ ഉള്ളൂ എന്നൊക്കെ. പുനലൂരൊരു തുരങ്കം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കുനിയുന്നത് എന്തിനാ എന്ന് ചോദിക്കും പോലെ 2 മാസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകും. ആ 2 മാസം 60 ദിവസമില്ലേ? അതിനിടയിൽ നല്ല ആരെങ്കിലും ലാക്ഷോറിലോ അല്ലെങ്കിൽ RCCയിലോ വന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. കുറച്ച് എന്താ പറയുക, വേദന സഹിക്കേണ്ടി വരും, തലമുടിയൊക്കെ പൊഴിയും, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇയാളങ്ങ് കുറിക്കുകയാണ് ഞാൻ 2 മാസമേ ജീവിച്ചിരിക്കുള്ളൂ. എനിക്കത് കണ്ടപ്പോൾ, ആ വരികൾ വായിച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നി. പറഞ്ഞിരിക്കുന്ന വാർത്ത കള്ളമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജീവിതത്തിലൊന്നും ആവാത്തൊരു പയ്യനാണ് അവൻ. എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ഞാൻ ഒരുപാട് ശകാരിച്ചിട്ടുണ്ടല്ലോ, എവിടെ വെച്ച് കിട്ടിയാലും നിനക്ക് ഞാൻ അടി തരുമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാലും എന്തോ ഈ വാർത്ത കേട്ടപ്പോൾ ഒരു വല്ലായ്മ. ജീവിതത്തിലൊന്നും ആകാത്തൊരു ചെറുപ്പക്കാരൻ, ഞാൻ 2 മാസമേ ഇനി 60 ദിവസമേ ഞാൻ ജീവിച്ചിരിക്കുള്ളൂ, ദിവസം എണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചവൻ്റെ ഡേറ്റ് കുറിച്ച് കഴിഞ്ഞാൽ ഓരോ രാത്രിയും ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്രയുണ്ടെന്ന് അന്വേഷിക്കുന്ന പോലെ സന്തോഷ് വർക്കി കുറിച്ചിരിക്കുന്ന വരികൾ കണ്ടപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ്റെ ബന്ധുക്കളോട് എനിക്ക് പറയാനുള്ള, അവൻ്റെ സഹോദരി എന്തോ വിദേശത്തൊക്കെയാണ്, അവരാണ് കാശൊക്കെ അയച്ചു കൊടുക്കുന്നത്. ആ സഹോദരി എത്ര ലക്ഷം രൂപ ചിലവിട്ടാലും ഇയാളെ ഒന്നിയിൽ അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ RCCയിലോ ലാക്ഷോറിലോ കാണിച്ച് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷ് വർക്കി, ഞാൻ എന്തെങ്കിലും തരത്തിൽ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിന്നെ കണ്ടാൽ തല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും നിന്നെ ഞാൻ തല്ലില്ല. എനിക്ക് അത്രയ്ക്ക് വേദന തോന്നി സന്തോഷേ, അത്രയും പറയുന്നു. നമസ്കാരം. എൻ്റെ ജീവിതകഥ ആളുകൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഇനിയും ചേട്ടൻ്റെ ജീവിതകഥ പറ എന്ന് പറയുന്നുണ്ട്. 0 നിന്ന് ജീവിതം തുടങ്ങിയവനാണ് നിങ്ങളുടെ ദിനേശ്. സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ ജയിൽ വാർഡനായിരുന്നു. അദ്ദേഹം സ്വന്തമായി എന്താ പറയുക, പണ്ടത്തെ കാലത്ത് ചെറിയ ചെറിയ സ്വർണ്ണ സാധനങ്ങൾ, പിത്തളയിലൊക്കെ ഉള്ള, ബ്രാസിലൊക്കെ ഉള്ള പാത്രങ്ങൾ, ഇങ്ങനെയുള്ള ഒക്കെ വാങ്ങുന്ന ഒരു ബാങ്കറായിരുന്നു അദ്ദേഹം. ബാങ്കർ അപ്പുള്ള എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പരമേശ്വരൻ പിള്ള എന്നാണ് പേര്, പക്ഷേ ബാങ്കർ അപ്പുള്ള എന്നാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. നല്ല സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ പറയാനുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല, അത് വേറെ ചിലർക്ക് നോവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അമ്മയുമായിട്ട് പിണങ്ങി എന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച ആളാണ്. ജയിൽ വാർഡനായിരുന്നു, അല്ലെങ്കിൽ കാക്കിയിട്ടതിൻ്റെ എല്ലാ കുഴപ്പമുള്ള ആളായിരുന്നു. ക്ഷിപ്രകോപിയായിരുന്നു. മന്നത്ത് പത്മനാഭന് NSS രൂപീകരിക്കാനോ എന്തോ വലിയ തുക തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്ത ചുരുക്കം പേരിൽ ഒരാൾ അദ്ദേഹമാണ്. എൻ്റെ അച്ഛനാണ്. ശബരിമലയിൽ പോയിട്ട് നല്ല വടിയും നല്ല തടിയും പൊക്കമുള്ള ആളാണ്. കൂട്ടുകാരോടൊപ്പം, ജയിലിലുള്ള കൂട്ടുകാരോടൊപ്പം ശബരിമല പോയിട്ട് കരിമലയോ അതുപോലെ ശരംകുത്തിയോ എവിടെ വരെ എത്തിയപ്പോൾ പിന്നെ ഒരടി അങ്ങോട്ടും മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ തലമുടിക്ക് തമിഴന്മാർ പറയുന്ന പേരിലൊരു തെറി വിളിച്ചിട്ട് അവൻ ഇനി എന്നെ കാണണമെങ്കിൽ വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അമ്മ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അയ്യപ്പസ്വാമിയെ വിളിച്ചതാണ് ചീത്ത. എന്നെ കാണണമെങ്കിൽ ഇനി വീട്ടിൽ വാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ അച്ഛൻ്റെ മക്കളായി ഞങ്ങൾ 2 പേരും ജീവിച്ചില്ല എന്നുള്ളതാണ്. ഞാനും അതെ, എൻ്റെ അനിയനും. അങ്ങനെയൊന്നും ഞങ്ങൾ ജീവിച്ചില്ല. അച്ഛനമ്മയുമായിട്ട് എന്തോ ഒരു നിസ്സാര പ്രശ്നത്തിന് പിണങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് പോകുമ്പോൾ മക്ക എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മക്കളെ എന്നല്ല, മക്ക വാ എന്ന് പറഞ്ഞ് വിളിക്കും. എനിക്ക് 3.5 അവൻ 2.5 വയസ്സേ ഉള്ളൂ. അമ്മ പറഞ്ഞ കഥയാണ് ഞാൻ പറയുന്നത്. 2 പേരും കൂട്ടി നിർത്തിയിട്ട് ഓരോ പൊതി 2 പേർക്കും തന്നിട്ട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, തങ്കം ഇതിലൊരു പൈസ നീ എടുക്കരുത്, എൻ്റെ 2 മക്കളുടെ പേരിൽ ബാങ്കിലിടണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കൊണ്ടുവന്ന് ബാങ്കിലിട്ടു. കാരണം പിന്നെ കൊണ്ടുവന്ന് പേപ്പറൊക്കെ കാണിക്കേണ്ടി വന്നു. പക്ഷേ മൈനറായ ഞങ്ങളുടെ പേരിലിട്ട പൈസ വരെ എൻ്റെ അപ്പൂപ്പൻ, പാവം തിരുവിതാംകൂർ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരു സാധു മനുഷ്യനാണ്. അല്പ പൊങ്ങച്ചും അഹങ്കാരവും ഒക്കെയുള്ള ടിപ്പിക്കൽ തിരുവിതാംകൂർ നായരായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. എല്ലാം വിറ്റ് തൊലച്ചാലും ആർഭാടത്തിനൊരു കുറവും പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അപ്പൂപ്പൻ എങ്ങനെയോ കടക്കെ ഉണ്ടാക്കി ആ ഫിക്സറിട്ട പൈസയൊക്കെ എടുത്തു പൊട്ടടിച്ചു. ഞങ്ങൾ വളർന്ന് ആഹാരം കഴിക്കാവുന്ന പ്രായമെത്തി, സ്കൂളിലൊക്കെ പോകുന്ന പ്രായമായപ്പോഴേക്കും എല്ലാം തീർന്നു, തരിപ്പണമായി. എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൂപ്പനടക്കം എല്ലാവരും മറ്റു മക്കളുടെ അടുത്തേക്ക് ചേക്കേറി.
ഞാനും അനുജനും അമ്മയും അമ്മയുടെ എല്ലാത്തിലും ഇളയ ഒരു അനുജനും എൻ്റെ മാമൻ. അദ്ദേഹമാണ് സത്യത്തിൽ പട്ടിണി കിടന്ന് ചാകാതെ ഞങ്ങളെ രക്ഷിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പണ്ട് റേഷൻ കട വഴി തുണികൾ വിൽക്കുമായിരുന്നു. 2.5 രൂപയാണ് ഒരു മീറ്റർ തുണിയുടെ വില. 1 മീറ്റർ എടുത്താൽ ഉടുപ്പ് വയ്ക്കാം. എനിക്ക് സ്കൂളിൽ പഠിക്കുകയല്ലേ. റേഷൻ തുണി എന്ന് തന്നെയായിരുന്നു അതിൻ്റെ പേര്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ലൈറ്റ് ബ്ലൂ വന്നിട്ട് ഡാർക്ക് ബ്ലൂവിലൊരു കട്ട, ലൈറ്റ് ബ്ലൂ വന്നിട്ട് ഡാർക്ക് ബ്ലൂവിലൊരു കട്ട, അതുപോലെ പിങ്കിൽ ലൈറ്റ് പിങ്ക് വന്നിട്ട് ഡാർക്കിൽ പിങ്ക്, അങ്ങനെ 2 എണ്ണം കളറിലായിരുന്നു ഷർട്ട് തുണി റേഷൻ കടയിൽ നിന്ന് കൊടുത്തിരുന്നത്. അമ്മ റേഷൻ കടയിൽ നിന്ന് ആ തുണി വാങ്ങി തച്ചിട്ട് തരുമായിരുന്നു. അതുപോലെ എൻ്റെ വലിയമ്മയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ട്രാൻസ്പോർട്ടിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്നിട്ട് ട്രാൻസ്പോർട്ട് ജോലി കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് വർഷം തോറും 2 നീല ടവലോ നീല തോർത്ത് പോലുള്ള 2 എണ്ണവും 2-4 യൂണിഫോമിനുള്ള ഷർട്ടും പാൻറ്റും കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആൺമക്കളില്ല, 2 പെൺകുട്ടികളേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം വർഷം തോറും അദ്ദേഹം എനിക്കും എൻ്റെ അനുജനും നിക്കർ തയ്ക്കാനായിട്ട് കാക്കി യൂണിഫോം തരുമായിരുന്നു, കാക്കി തുണി തരുമായിരുന്നു. അതിൽ തയ്ച്ച നിക്കറും ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഷർട്ടും ഇട്ടുകൊണ്ടാണ് ഓരോ ക്ലാസ്സിലും ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയത്. നമ്മുടെ യേശുദാസ് ദാസേട്ടൻ ഒരു വെള്ള ഉടുപ്പിട്ട് സ്വാതിരുന്നാൾ കോളേജിൽ പഠിച്ചിട്ടും ആരും അറിഞ്ഞതേയില്ല അദ്ദേഹത്തിന് ഒറ്റ ഉടുപ്പേ ഉള്ളൂ. കാരണം വെള്ള ആയതുകൊണ്ട് ആർക്കും അറിയാവില്ല ഇന്നലെ ഇട്ടതാണോ ഇന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദാസേട്ടനെ പിടിച്ചില്ല. പക്ഷേ എൻ്റെ റേഷൻ തുണിയിലെ ഉടുപ്പ് കളറായതിനാൽ കൂടെ പഠിച്ചിരുന്നവർക്കൊക്കെ അറിയാമായിരുന്നു യവന് ഒറ്റ ഉടുപ്പേ ഉള്ളൂ എന്ന്. എനിക്കതിൽ നാണക്കേടൊന്നും തോന്നിയിരുന്നില്ല. വൈകുന്നേരം വന്നാൽ ഉടുപ്പിന് നോവാതെ നനച്ച് മരിച്ചീനി കമ്പിനെ ഹാങ്ങറാക്കി മുറ്റത്തെ തെങ്ങിൻ്റെ ഓലയിൽ കെട്ടി തൂക്കുമായിരുന്നു. രാവിലെ വരെയുള്ള ഇളം കാറ്റുകൊണ്ട് ഷർട്ട് നന്നായി ഉണങ്ങിക്കിടക്കും. ഏതാണ്ട് ഒക്ടോബറൊക്കെ ആകുമ്പോൾ ഷർട്ടിൻ്റെ കോളറൊക്കെ പിഞ്ഞി തുടങ്ങും. ഒരെണ്ണല്ലേ ഉള്ളൂ, എന്നും നനയ്ക്കുകയല്ലേ. അങ്ങനെ ഒരു കുട്ടിക്കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇത്തിരി വലുതായപ്പോൾ, ഞാനൊരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്തിരി പൊക്കമൊക്കെ വെച്ചു, വണ്ണമില്ലെന്നേ ഉള്ളൂ, പെൻസിൽ പോലെ പൊങ്ങി. എൻ്റെ മാമന്, ഈ പറഞ്ഞ ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന മാമന് MB തിയേറ്ററിൽ, ഇപ്പോഴത്തെ 24-ൻ്റെ തിരുവനന്തപുരം ബ്യൂറോ കിടക്കുന്ന MB തിയേറ്ററിൽ, അല്ലെങ്കിൽ നമ്മുടെ തിരക്കഥാകൃത്തായ ശങ്കർ രാമകൃഷ്ണൻ്റെ അമ്മയുടെ അച്ഛനാണ് നാരായണൻ നായർ, MB നാരായണൻ നായർ, NDPയുടെ MLA ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെയാണ് MB തിയേറ്റർ. ആ തിയേറ്ററിലെ ടിക്കറ്റ് വാങ്ങുന്ന ജോലി കിട്ടി മാമന്. കാരണം ആ തിയേറ്റർ കെട്ടുമ്പോൾ മാമൻ ഫുൾ ടൈം വാനം വെട്ടുന്നത് മുതൽ ഉദ്ഘാടനം വരെയും കൂടെ നിന്നതുകൊണ്ട് MB നാരായണൻ നായർ മാമൻ അവിടെ ഒരു ജോലി കൊടുത്തു. അപ്പോൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് മാമൻ ഈ നാരായണൻ നായരുടെ നിഴലാണെന്നുള്ള പറയും പോലെ, അല്ലെങ്കിൽ അങ്ങേരാണ് മാമൻ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. നമ്മൾ തിയേറ്റർ പൂട്ടർ വരെ മാമൻ നിൽക്കും മുതലാളിയെ പോലെ. അങ്ങേര് 8-9 മണിയാകുമ്പോൾ നാരായണൻ നായർ പോകുമല്ലോ. പക്ഷേ മാമൻ സ്വന്തം തിയേറ്റർ പോലെ നിന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിയേറ്റർ പൂട്ടിയ ശേഷം സൈക്കിൾ ചവിട്ടി 8-9 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ശാന്തിവിളയിലെ വീടെത്തുമ്പോഴേക്കും വേർത്ത് കുളിച്ചിട്ടുണ്ടാവും മാമൻ. അപ്പോൾ ആ ഷർട്ടിൽ മുഴുവൻ വേർപ്പായിരിക്കും. ആ ഉടുപ്പ് ഉണങ്ങാനായിട്ട് വിരിച്ചിടും അവിടെ. എനിക്ക് പാകമല്ലാത്ത ആ ഷർട്ടിട്ടായി പിന്നെയുള്ള എൻ്റെ നടത്തം ഇത്തിരി വലുതായപ്പോൾ അതും പിന്നെ ശീലമായി. പാകമില്ലാത്ത ഉടുപ്പുകൾ ഇടുന്ന ഒരു ശീലക്കാരനായി. സിനിമാ പത്രപ്രവർത്തകനായപ്പോൾ കാലിൻ്റെ മുട്ടുവരെ നീളുന്ന 40 സൈസെങ്കിൽ 46-48 ഷർട്ട് ഇട്ട് നടക്കുന്നവനായിരുന്നു ഞാൻ. അത് കണ്ടിട്ട് അന്നത്തെ കോസ്റ്റ്യൂമറായ ഇന്ദ്രൻസ് പല നിറത്തിലുള്ള അത്തരം ഷർട്ടുകൾ, കോട്ടണിലുള്ള അത്തരം ഷർട്ടുകൾ സമ്മാനം പോലെ കൊണ്ടുവന്ന് തരുമായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് തരും. വേണ്ട എന്ന് പറഞ്ഞാൽ, ഇല്ല മുതലാളി, എനിക്ക് അവിടുന്ന് തുണി എടുക്കുമ്പോൾ കിട്ടുന്ന സമ്മാനമാണ്, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പല കളറിൽ ഞാനതിട്ടാണ് ഒരുപാട് കാലം നടന്നത്. ന്യൂഡൽഹിയുടെ സെറ്റിൽ മമ്മൂട്ടിയെ കാണാൻ പോയതും, വഴിയോര ഭൂമിയിലെ രാജാക്കന്മാരുടെ സെറ്റിൽ മോഹൻലാലിനെ കാണാൻ പോയതൊക്കെ ഇതുപോലുള്ള തടിയും ഉടുപ്പിട്ടിട്ടാണ്. കാറ്റടിക്കുമ്പോൾ കൂടുപോലെ ഇങ്ങനെ, ഞാൻ മെലിഞ്ഞ ആളല്ലേ. സഹസംവിധായകനും പിന്നെ സീരിയൽ സംവിധായകനും സിനിമാ സംവിധായകനും ഒക്കെ ആയതോടെ എൻ്റെ ജാതകം മാറി, ആവശ്യത്തിന് കാശായി, ജീവിത നിലവാരം മാറി. കുട്ടിക്കാലത്ത് ഇടാൻ കഴിയാത്ത ഷർട്ടുകൾ ഞാൻ വാങ്ങിക്കൂട്ടി. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ പ്രോഗ്രാമിൽ ഒരു എപ്പിസോഡിലിടുന്ന ഷർട്ട് പിന്നെ ഞാൻ ഇടാറില്ല.
ചിലപ്പോൾ ഓർക്കാതെ ഇത് ഇട്ടതാണെന്ന് ഓർക്കാതെ ചിലതിൽ മാത്രം വന്നിരിക്കാം, ചിലപ്പോൾ റിപ്പീറ്റേഷൻ വന്നിരിക്കാം. നമ്മുടെ അത് 700 എപ്പിസോഡാകാൻ പോകുന്നു. അപ്പോൾ എനിക്കിന്ന് എത്ര ഷർട്ടുകളുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. ഇത് ഞാനൊരു പൊങ്ങച്ചം പറച്ചിലല്ല. ഒരു ഷർട്ടിട്ട് ഒരു മാസം സ്കൂളിൽ പോയ പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞതാണ്. വാടക വീട്ടിലാണ് താമസമെങ്കിലും ചിലപ്പോൾ 10 രൂപ കൈവശം ഇല്ലാത്തവനാണെങ്കിലും ഞാൻ ഇന്നും സമ്പന്നനാണ് എല്ലാ അർത്ഥത്തിലും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ അടുത്ത സമയത്ത് എനിക്കിത്തിരി കാശിന് അത്യാവശ്യം വന്നു. ആരോട് ചോദിക്കുമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഞാൻ ഈ കാശിൻ്റെ ഇത്തരം പ്രശ്നങ്ങളൊന്നും സിന്ധുവിനോട് ഡിസ്കസ് ചെയ്യേയില്ല. ഞാൻ മരത്തിൽ നിന്ന് കുലുക്കിക്കൊണ്ടിരുന്ന പോലെ എൻ്റെ ഇഷ്ടംപോലെ കാശുണ്ടെന്നതിനാണ് സിന്ധു വിശ്വസിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആരിന്ന് വാങ്ങാം എന്ന് ഞാൻ ആലോചിച്ചു. സ്വന്തം വീടും സ്റ്റുഡിയോ നടത്തിപ്പുമുള്ള കാലത്ത് എന്നെ വിശ്വാസമായിരുന്നു എല്ലാവർക്കും. ചോദിക്കുന്ന ലക്ഷങ്ങൾ സ്റ്റുഡിയോ കൊണ്ട് തരുമായിരുന്നു പലരും. ഒരു തെളിവുമില്ലാതെ സ്റ്റാമ്പ് പേപ്പറോ അല്ലെങ്കിൽ ചെക്കോ ഒന്നും കൊടുക്കാതെ തന്നെ എനിക്ക് തരുമായിരുന്നു. പലിശയ്ക്കും പലിശ വാങ്ങാതെയും എനിക്ക് ലക്ഷങ്ങൾ തന്നവരുണ്ടായിരുന്നു. ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. വീട് 1,18,00,000 രൂപയ്ക്ക് വിറ്റ് കടം തീർത്തവനാണ് ഞാൻ. അത് അഭിമാനത്തോടെയാണ് പറയുന്നത്. ഒരാളെയും പറ്റിച്ചിട്ടില്ല. എനിക്ക് അത്യാവശ്യമായി ഒരു 15,000 രൂപയെങ്കിലും വേണം. ആരോട് ചോദിക്കാൻ? മേൽവിലാസം ഇല്ലാത്തവനല്ലേ. ചോദിച്ചാൽ തന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ട്. അവരുമായി മാനസികമായി ഞാൻ അകലും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എനിക്കെന്തോ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് അവരുമായിട്ട് ഗ്രാജുവലായിട്ട് ഞാനങ്ങ് അകന്നു കളയും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതെൻ്റെ ഒരു കുഴപ്പമാണെന്ന്. ഞാൻ ചോദിച്ചാൽ തരണം. 2 കോടതികളിൽ പോകാനാണ്. ഒന്ന് നെടുമങ്ങാട് പോക്സോ കോടതിയിൽ ഇപ്പോൾ വാദം തുടങ്ങിയല്ലോ. അപ്പോൾ വാദം തുടങ്ങിയപ്പോൾ വക്കീലിന് വലിയ പ്രതിഫലം കൊടുക്കേണ്ടത്, പോക്സോ ആയതുകൊണ്ട്. ഞാൻ ഒരു വലിയ പ്രതിഫലം കൊടുക്കണം, സുനിലും കൊടുക്കണം. സുനിൽ I2I സുനിലും കൊടുക്കണം. മറ്റൊന്ന് നമ്മുടെ മഹാനായ ബി ഉണ്ണികൃഷ്ണൻ സാർ ഒരു കേസ് എറണാകുളത്ത് കൊടുത്തല്ലോ. 2 കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ജാമ്യം എടുക്കാൻ ഒരു 7 തവണയായിട്ട് ഞാൻ പോകാതെ അത് വാറണ്ടാവുന്ന ഒരവസ്ഥയിലെത്തിയ വക്കീൽ എന്നെ വിളിച്ച് പറഞ്ഞു പ്രശ്നമാവും, വന്നൊന്ന് ജാമ്യം എടുക്കണം. അപ്പോൾ 2 ജാമ്യക്കാർ വേണം. വലിയ പ്രശ്നമാണല്ലോ. ഞാൻ അതൊക്കെ റെഡിയാക്കി കോടതി ചെന്നപ്പോഴാണ് വക്കീൽ പറയുന്നത് ഒരു സിവിൽ കേസ് കൂടി ഉണ്ണികൃഷ്ണൻ സാറ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ പൂട്ടണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യാനെന്നേ. അപ്പോൾ അങ്ങനെ 2 കേസ്. മഹേഷ് പഞ്ചുവും ആശാലതയും അഭിനയിച്ച എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്കറിയാവൂ. വർഷങ്ങൾക്ക് മുമ്പ് മൊയ്തു എന്ന പേരിൽ ഒരു ടെലി സിനിമ എടുത്തിട്ടുണ്ട്. മഹേഷ് പഞ്ചുവാണ് നായകനും മൊയ്തുവായിട്ട് അഭിനയിച്ചതും. മഹേഷ് പഞ്ചു തന്നെയാണ് നിർമ്മാതാവും. മോഹൻദാസ് ആയിരുന്നു, ഈ അടുത്ത കാലത്ത് മരിച്ച മോഹൻദാസ് ആയിരുന്നു സംവിധായകൻ. ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. ആ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിർമ്മാതാവായ മഹേഷ് പഞ്ചുവിൻ്റെ കുറച്ച് എർത്തുകൾ സെറ്റിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ വരുമായിരുന്നു. ഫുഡിൻ്റെ കാര്യമായാലും എല്ലാം. ഫുഡല്ലാതെ മെസ്സൊന്നുമല്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതാണ്. അതൊക്കെ ചെയ്യുന്നത് ഒരു സംഘ സുഹൃത്തുക്കളായിരുന്നു. അതിലൊരാളിൻ്റെ പേര് ഇളംകുളം അനിൽ എന്നായിരുന്നു. ഇപ്പോൾ ഇളംകുളം അനിലിനെ അറിയുന്നത് അനിൽ നെടുങ്കോട് എന്നാണ്. പുസ്തകമെഴുത്ത്, ലേഖനമെഴുത്ത്, ഡോക്യുമെൻ്ററി എടുക്കൽ, അഭിമുഖം നടത്തൽ, സർക്കാരിൻ്റെ കൃഷി വകുപ്പിൽ എന്തൊക്കെയോ ദിവസവേതന ജോലിയൊക്കെ ഉള്ള ആളാണ് ഈ പറയുന്ന അനിൽ നെടുങ്കോട്. മൊയ്തുവുമായി ബന്ധപ്പെട്ട് 10-20 വർഷമായി എന്നോട് അടുപ്പമുള്ള ഏക ആളാണ് അനിൽ. പഞ്ചു പോലും ആ പഴയ ബന്ധം എന്നോട് കാണിക്കാറില്ല. പക്ഷേ അനിൽ അന്നും ഇന്നും പരിചയപ്പെട്ട കാലം മുതൽ എൻ്റെ ഒരു അനിയനെ പോലെ വളരെ അടുത്ത ബന്ധമാണ്. എനിക്കൊരു അനുജനെ പോലെ തന്നെയാണ് അനിൽ. സിന്ധുവിനെ അനിൽ നെടുങ്കോട് ചേട്ടത്തിന്ന് വിളിക്കുന്നത് കേട്ടാൽ മധുരതരമായ വിളിയാണ്, ആത്മാർത്ഥമായ വിളിയാണ് ചേട്ടത്തിന്ന്. അനിലിനെ ഞാൻ വിളിച്ചു. കാശ് വല്ലതും ഉണ്ടോ കൈവശം എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു ചേട്ടാ. ഒരാൾ, അപ്പോൾ അനിൽ ഒറ്റത്തടിയാണ്. ഒരാൾ ചോദിച്ചു, വിശ്വസിച്ച് കൊടുത്തു. പറഞ്ഞ തീയതിയൊക്കെ മാറി. ഇപ്പോൾ എൻ്റെ കൈവശം ഒന്നുമില്ല, അയാൾ വാങ്ങിയ കാശ് തിരിച്ചു തന്നില്ല. ഞാൻ വിഷയം മാറ്റി. മറ്റു പലതും ഞാൻ ചോദിച്ചു. സന്തോഷപൂർവ്വം ഫോൺ വച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അനിൽ എന്നെ വീണ്ടും വിളിച്ചു. അനിൽ ഇങ്ങോട്ട് വിളിച്ചു. ചേട്ടാ, മറ്റേ കാശ് മടക്കി കിട്ടി, ചേട്ടന് വേണോ? അപ്പോൾ ട്രഷറിയിലുള്ള, സർക്കാരിൻ്റെ ട്രഷറിയിലുള്ള കാശ് മുഴുവൻ കിട്ടിയാലും സന്തോഷമെന്ന അവസ്ഥയിലാണ് ഞാൻ. എന്നാലൊരു കാര്യം ചെയ്യും, ഒരു 5,000 രൂപ ഇട്ടുതാ എന്ന് പറഞ്ഞു.
അനിൽ 5000 രൂപ കൃത്യമായിട്ട് ഇട്ട് തന്നു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് അനിലിന് ആ 5000 ഞാൻ തിരിച്ചിട്ടു. എന്നിട്ട് അനിലിനെ ആ വിവരം പറയാനായി ഞാൻ വിളിച്ചു. ഞാനിങ്ങനെ അനിലിൻ്റെ 5000 രൂപ ഇട്ടു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അനിൽ ഇങ്ങോട്ട് പറയുകയാണ്, ചേട്ടാ ഞാനിന്നലെ 5000 രൂപ കൂടി ചേട്ടൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പുതിയ എപ്പിസോഡിൽ സാമ്പത്തിക ക്ലേശത്തെ പറ്റി പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും 5000 ഇട്ടത്. എനിക്ക് ഒരു നിമിഷം ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അല്പം സമയമെടുത്തു. കാരണം ശരിക്കും ഞാൻ തേങ്ങിപ്പോയി. എനിക്ക് ഞാൻ നിങ്ങളുടെ എന്തിനാണ് കള്ളം പറയുന്നത്, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, അല്ലെങ്കിൽ മനസ്സ് വീങ്ങിപ്പോയി. എൻ്റെ അമ്മ പ്രസവിക്കാത്ത ഒരു അനുജൻ കടം ചോദിച്ച് 5000 രൂപ തന്നത് കൂടാതെ ഏതോ പ്രോഗ്രാമിൽ എൻ്റെ സാമ്പത്തിക ഞെരുക്കത്തൊക്കെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ ദിനേശ് ചേട്ടൻ സാമ്പത്തികമായി പ്രശ്നത്തിലായിരിക്കുമെന്ന് സ്വയം തോന്നി. എന്നോട് ചോദിക്കാതെ 5000 കൂടെ ഇട്ട വിവരം പറയുമ്പോൾ ആരായാലും ആത്മാർത്ഥമുള്ളവനാണെങ്കിൽ കണ്ണ് നിറയും. കടം വാങ്ങിയ 5000 ഇട്ടു എന്ന് പറയാൻ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് ഇന്നലെ വീണ്ടും ഞാൻ ചേട്ടൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ട് 5000 കൂടി ഇട്ടു എന്നാണ്. സാമ്പത്തികമായി വലിയ നിലയിലായ, എന്താ പറയുക, ഇട്ടുമൂടാനുള്ള കാശുള്ള നിരവധി ബന്ധുക്കൾ എനിക്കുണ്ട്. എൻ്റെ കുടുംബത്തിൽ സ്വന്തം വീടില്ലാത്ത, നാഥനും നന്ദനും ഇല്ലാത്ത ഒരുത്തനേ ഉള്ളൂ, അത് ഞാനാണ്. ബാക്കി എല്ലാവരും നല്ല നിലയിലാണ്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് KSF-ൽ കിട്ടിയ ചിട്ടിക്ക് ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു ബന്ധുക്കളോടും ഒരാവശ്യവും ഉന്നയിക്കാറില്ല. 1,18,00,000 രൂപ കടം വന്ന് ഇനി ആരെയും കടം വാങ്ങാമെന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്ത് പോലും എൻ്റെ ബന്ധുക്കളോട് ഞാൻ പൈസ വാങ്ങിച്ചിട്ടേ ഇല്ല. എൻ്റെ അനുജൻ ആദ്യം വിവാഹം കഴിച്ചു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവനൊരു പെൺകുട്ടിയായി. അവളെ ഞാൻ എൻ്റെ മോളായി വളർത്തി. കാരണം എന്നെ ആദ്യമായിട്ട് അച്ചാച്ച എന്ന് വിളിച്ചത് അവളായിരുന്നു. അവളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും അച്ഛനായി നിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു. എൻ്റെ അനുജൻ വാട്ടീസായിരുന്നല്ലോ, അതുകൊണ്ട് അവളുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാനാണ് ചെയ്തത്. വിവാഹപ്രായം എത്തിയപ്പോൾ ഞാൻ മുൻകൈയെടുത്ത് വിവാഹം നടത്തി. സ്വന്തം അച്ഛൻ വിവാഹ ദിവസമായതുകൊണ്ട് വെള്ളമടിക്കാത്ത ഒരു ഔദാര്യം കാണിച്ചു. വെള്ളം അടിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നല്ല, അവൻ്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കാഴ്ചക്കാരനായി അവിടെ നിന്നു. മോളെ കൈപിടിച്ച് കതിർമണ്ഡപത്തിൽ ചുറ്റിക്കൊണ്ട് നടന്നത് പോലും ഞാനായിരുന്നു അവളുടെ. ഞാൻ സാമ്പത്തികമായി വീണപ്പോൾ ആദ്യം എന്നെ മറന്നത്, പരിചയം കാട്ടാത്തത് അവളായിരുന്നു. ചിലപ്പോൾ അവൾ കരുതി കാണും, അച്ചാച്ചൻ ഇട്ടു തന്ന സ്വർണത്തിൽ നിന്ന് ഒരു 10 പവൻ പണയം വയ്ക്കാൻ ചോദിച്ചാലോ. ഇപ്പോൾ അച്ചാച്ചൻ ദരിദ്രവാസിയായ ആളല്ലേ. അപ്പോൾ ചിലപ്പോൾ മോളെ, ഞാൻ മോളെ എന്നല്ല അവളെ വിളിക്കുന്നത്, മക്കളെ എന്നാ, മക്കളെ അച്ചാച്ചൻ ഇട്ടു തന്ന ആ സ്വർണത്തിൽ നിന്നൊരു 10 പവൻ എനിക്ക് പണയം വയ്ക്കാൻ താ എന്ന് ചോദിക്കുമെന്ന് അവൾ കരുതി കാണും. അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെയാണ് എൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ ഇളംകുളം അനിൽ എന്ന രക്തബന്ധമില്ലാത്ത അനിയൻ ചേട്ടന് സാമ്പത്തിക ക്ലേശത്തിലാണ് എന്ന് മനസ്സിലാക്കി എന്നോട് ചോദിക്കാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് 5000 രൂപ കൂടി ഇട്ടത്. ഞാനതും തിരിച്ചു കൊടുത്തെങ്കിലും ഈ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ അനിലിനെ മറക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മറക്കാൻ പറ്റുമോ? സമ്പത്തിൻ്റെ തോതിൽ ബന്ധങ്ങളെ അളക്കുന്ന ബന്ധുക്കളെക്കാൾ ആവശ്യത്തിന് എന്നെ മനസ്സിലാക്കി ഞാൻ അറിയാതെ എന്നെ ആശ്വസിപ്പിക്കുന്ന പ്രവൃത്തികളും വർത്തമാനങ്ങളും പറയുന്നവരല്ലേ യഥാർത്ഥത്തിൽ ബന്ധുക്കളെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞങ്ങൾ 2 പേരും ഹതഭാഗ്യരാണ്, ഞാനും സിന്ധുവും. സിന്ധുവിൻ്റെ ബന്ധുക്കളും ആരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. എല്ലാവരും പൊടിയും തട്ടിപ്പോയി അവരവരുടെ കാര്യങ്ങൾ നോക്കി. അതൊക്കെ ഞാൻ ഇതിൽ കൂടെ ക്യാമറയിൽ പറയുന്നത് ശരിയല്ല, അവരെന്താണ് കാണിച്ചതെന്ന് ഞങ്ങളോട്. അത് പോയി. അതുകൊണ്ട് ബന്ധുബലം എന്ന് പറയുന്നത് സിന്ധുവിനും എനിക്കും അച്ചു മാത്രമേ ഉള്ളൂ. അച്ചുവിന് ബന്ധുക്കളെന്ന് പറയാവുന്നത് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേരുള്ള ലോകമാണ്. അല്ലാതെ ഒരു ബന്ധുക്കളും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. ഒരു ആപത്ഘട്ടം വന്നപ്പോൾ കൈപിടിച്ച് ഞങ്ങളുണ്ട് എന്ന് പറയാൻ പോലും ആരുമില്ലായിരുന്നു. സിന്ധുവിൻ്റെ ബന്ധുക്കളും ഇല്ലായിരുന്നു, എൻ്റെ ബന്ധുക്കളും ഇല്ലായിരുന്നു. സിന്ധുവിൻ്റെ ബന്ധുക്കളെന്ന് പറയുമ്പോൾ A to Z എന്ന് നിങ്ങൾ കൂട്ടിക്കോ. പക്ഷേ ഇളംകുളം അനിലിനെ പോലുള്ളവർ നൽകുന്ന ആശ്വാസം മരുഭൂമിയിൽ കുളിർമഴ പെയ്യുന്നതിനേക്കാൾ സുഖം മനസ്സിന് തരുമെന്ന് അനുഭവിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ സിനിമ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ എൻ്റെ സിനിമയിലെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇപ്പോൾ തുടരും എന്ന് പറഞ്ഞ പടത്തിൽ 280 കോടിയോ 250 കോടിയോ എന്തൊക്കെ കിട്ടിയ M. രഞ്ജിത്ത്, ചിപ്പിയുടെ രഞ്ജിത്ത്. പക്ഷേ
ഞാൻ രഞ്ജിത്തിനെ സ്നേഹിക്കുന്ന പോലെയാണോ അയാൾ എന്നെ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇതൊന്നും മനസ്സിൽ വയ്ക്കാതെ പുറത്ത് പറയില്ല. എനിക്ക് സൂര്യ ടി വിയിൽ ഒരു പരമ്പര വേഗം റെഡിയാക്കി തന്നത് രഞ്ജിത്തായിരുന്നു. എൻ്റെ മകൻ്റെ മോതിരം മാറലും വിവാഹത്തിലും ഒക്കെ എല്ലാത്തിലും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ചിപ്പിയും രഞ്ജിത്തും പങ്കെടുക്കുന്ന അത്രയും ആത്മാർത്ഥതയുള്ള സ്നേഹിതരാണ്. മധുസാറിൻ്റെ ഒരു പുസ്തകം പൈസ മുടക്കി രഞ്ജിത്ത് ഇറക്കിയല്ലോ, വലിയ പുസ്തകം. അതുപോലും രഞ്ജിത്ത് ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ ദിനേശിന് ഞാനൊരു പുസ്തകം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് എടുത്ത് തന്ന ഒരു കോപ്പി എനിക്ക് തന്ന ആളാണ് രഞ്ജിത്ത്. കാണുമ്പോഴും ഫോണിൽ വിളിക്കുമ്പോഴും ഒക്കെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് രഞ്ജിത്ത്. ചിപ്പിയും സിന്ധുവുമായിട്ടാണെങ്കിൽ നല്ല സുഹൃബന്ധമാണ്. സിന്ധു അങ്ങനെ സിനിമയിലും സീരിയലിലുള്ളവരുമായിട്ട് ചങ്ങാത്തം കൂടാത്ത ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടോ ചിപ്പിയുമായിട്ട് നല്ല ബന്ധമാണ്. കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുന്ന എൻ്റെ കാലം, 1,18,00,000 രൂപ കടത്തിൽ നിൽക്കുന്ന കാലം, എനിക്ക് 2 ലക്ഷം രൂപ SBIയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണെന്ന്, ട്രാവൻകൂറിൽ അടച്ചില്ലെങ്കിൽ വീട് ജപ്തിയാവും. വെറും 15 ലക്ഷമാണ് ഞാൻ ലോൺ എടുത്തത് വീട് വയ്ക്കാൻ. 2 കോടിയുടെ വീട് SBT കൊണ്ടുപോകും എന്ന അവസ്ഥയിലെത്തി. രഞ്ജിത്തിൻ്റെ വീടിനടുത്ത് ജവഹർ നഗറിലെ SBT ബ്രാഞ്ചിലാണ് എനിക്ക് വീടിന് ലോൺ കിട്ടിയത്. രാജ്ഭവനിൽ ജോലിയുള്ള അജയൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് രാജ്ഭവനിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ലോൺ ശരിയാക്കി തന്നത്. ബാങ്ക് മാനേജറുടെ രൂക്ഷമായ മനസാക്ഷിയില്ലാത്ത വാണിംഗ് കേട്ട് തളർന്നാണ് ഞാൻ പുറത്തിറങ്ങിയത്. നിങ്ങൾ ആ പൈസ അടച്ചില്ലെങ്കിൽ, 2 ലക്ഷം രൂപ ഇന്നോ നാളെ കൊണ്ട് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നോട്ടീസ് അടിക്കും, നിങ്ങളുടെ വീട് ഞങ്ങൾ ജപ്തി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വളരെ ബോറായിട്ട് എന്നോട് സംസാരിച്ചു. ആരോട് ചോദിക്കാം 2 ലക്ഷമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ബാങ്കിൻ്റെ പടിക്കെട്ട് ഇറങ്ങി പുറത്തേക്ക് വന്നത്. 2 കൽപ്പിച്ച് രഞ്ജിത്തിനെ വിളിച്ചു. കുറേ കാര്യങ്ങൾ സംസാരിച്ചു, പല വിഷയങ്ങളും. ചെക്ക് കേസിലൊക്കെ പെട്ട് എല്ലാം തീർന്നിടത്ത് നിന്ന് കൊണ്ടുവന്ന ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങിച്ച് സ്വർണ്ണമൊക്കെ പണയം വെച്ച് സിനിമയിലേക്ക് ഇറങ്ങിയ ആളാണല്ലോ രഞ്ജിത്ത്. അതെല്ലാം പോയി എന്താ പറയുക, അവിടെ നിന്ന് ജയിലിൽ വരെ ആയ ശേഷം ഫിനിക്സ് പക്ഷിയെ പോലെ സമ്പന്നതയിലേക്ക് രഞ്ജിത്ത് പറന്നുയർന്നത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ രഞ്ജിത്തിനോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഇനി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം രഞ്ജിത്തിൻ്റെ മുഖചിത്രം എന്ന് പറഞ്ഞ പടം ദൂരദർശനിൽ കാണിക്കുമ്പോൾ രഞ്ജിത്ത് എന്നോട് പറഞ്ഞാണ്, ദിനേശ് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞാണ്. ജയിൽ വാർഡൻ അടക്കമുള്ളവരിരുന്ന്, ജയിലിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ തേങ്ങുന്ന ഒരു ശബ്ദം കേട്ടു. ജയിൽ വാർഡൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രഞ്ജിത്ത് ഇരുന്ന് കരയുന്നു. എനിക്ക് പറയുമ്പോൾ സത്യത്തിൽ ശബ്ദ തടസ്സം വരുന്നു. അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കും. പോലീസുകാരൻ ജയിലർ ചോദിച്ചു, എന്താ എന്ന് ചോദിച്ചു. സാർ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് സാർ ഇത്. മുഖചിത്രം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത പടം TV കാണിക്കുമ്പോൾ രഞ്ജിത്ത് അഴിക്കുള്ളിലാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന നിരവധി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു, രഞ്ജിത്തെ, ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. തിരുവനന്തപുരത്ത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. പലിശ 1-2 മാസം മുടങ്ങിയാൽ എന്നെ ചീത്ത വിളിക്കാത്ത, ഭീഷണിപ്പെടുത്താത്ത ആളുകൾ അതിലുണ്ടെങ്കിൽ, മനസാക്ഷിയുള്ള ബ്ലൈഡിന് പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടോ തിരുവനന്തപുരത്ത് ആരെങ്കിലും എന്ന് ചോദിച്ചു. വളരെ കൂളായിട്ട് രഞ്ജിത്ത് പറഞ്ഞു, എത്രയോ പേരുണ്ട് ദിനേശേ മാന്യമായി ഈ ബിസിനസ് ചെയ്യുന്നവർ. എല്ലാവരും മനസാക്ഷിയില്ലാത്തവരൊന്നും അല്ല ദിനേശേ. ഞാൻ എത്ര കോടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നതും ഇപ്പോഴും എടുക്കുന്നത് എന്ന് അക്കാലത്ത് എന്നോട് ചോദിച്ചു. ഇനി രഞ്ജിത്തിന് എടുക്കണ്ടല്ലോ കാശ്. ഇവരിൽ ആരെയെങ്കിലും എനിക്കൊന്ന് പരിചയപ്പെടുത്താമോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു 2 ലക്ഷം രൂപയുടെ അത്യാവശ്യം, വീട് ജപ്തിയാവും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെക്കുകളും മുദ്രപത്രവും ഒക്കെ കൊടുക്കാം, പരിചയപ്പെടുത്തിയാൽ മാത്രം മതി, ഒരു ലൈബിലിറ്റിയും രഞ്ജിത്ത് ഏൽക്കണ്ട. രഞ്ജിത്തിൻ്റെ ബ്രാൻഡായ ആ നിറഞ്ഞ ചിരിയോടെ, നിറഞ്ഞ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നടക്കില്ല ദിനേശ്, അതുമാത്രം നടക്കില്ല. അതായത് ബ്ലൈഡിന് പൈസ കൊടുക്കുന്ന ഒരാളെയും ഞാൻ ദിനേശിനെ പരിചയപ്പെടുത്തില്ല എന്നാണല്ലോ എൻ്റെ അർത്ഥം. ഓക്കെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ചോദിക്കാതിരുന്നെങ്കിൽ ആ രഞ്ജിത്തുമായിട്ടുള്ള സ്നേഹബന്ധം അങ്ങനെ തന്നെ നിന്നനെ. സംഭവം നടന്നിട്ടിപ്പോൾ 13 വർഷം എന്തോ കഴിഞ്ഞു. ഞാൻ ഈ 13 വർഷം കഴിഞ്ഞിട്ട് മറന്നിട്ടില്ല ഇതൊന്നും. ഇന്നും രഞ്ജിത്ത് എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായി തുടരുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരും. അതിനിപ്പോൾ രഞ്ജിത്ത് എന്നെ ഒഴിവാക്കിയാലും ഞാനൊരു 10-250 കോടിയുടെ മുതലാളിയായില്ലേ. ഇനി രഞ്ജിത്ത് ദിനേശിനെ പോലെ 10 പൈസ കാലണ കയ്യില്ലാത്തവൻ്റെ കമ്പനി വേണ്ടാന്ന് രഞ്ജിത്ത് വിചാരിച്ചാലും ഞാൻ രഞ്ജിത്തിനെ എൻ്റെ നല്ല സുഹൃത്തായിട്ട് തന്നെ കൂട്ടും.
കിരീടം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ദിനേശ് പണിക്കർ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. ഞാൻ ദിനേശ് ചേട്ടാ എന്ന് വിളിക്കുന്നത് 100% ആത്മാർത്ഥയോടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ കൃഷ്ണൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ദിനേശ് പണിക്കർ എൻ്റെ ജ്യേഷ്ഠനാവുക സ്വാഭാവികം. എനിക്ക് തോന്നുന്നു കൃഷ്ണൻ രാജീരംഗൻ നായകനായി സംവിധാനം ചെയ്ത, ഞാൻ തിരക്കഥ എഴുതി അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത അമ്പലക്കര പി സ്കൂളിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ കൃഷ്ണനായിരുന്നു. ചാനൽ 12 എന്ന് പറഞ്ഞ് വീഡിയോ കാസറ്റുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനം തിരുവനന്തപുരത്ത് ദിനേശ് പണിക്കർ നടത്തിയിരുന്നു. അത് വെള്ളയമ്പലത്തും കരമനയിലും ഭയങ്കര കാശുണ്ടാക്കിയ സ്ഥാപനമായിരുന്നു. കാരണം ആദ്യകാല കാസറ്റ് കടയാണ്. ആ കാലം മുതൽ എനിക്ക് ദിനേശ് പണിക്കരെ ബന്ധമുണ്ട്. കിരീടം വഴി സിനിമാക്കാരനായപ്പോൾ കൂടുതൽ അടുപ്പമായി. അദ്ദേഹം നടനായി മാറി. അങ്ങനെ മാറിയപ്പോൾ എൻ്റെ പരമ്പരകളിലെല്ലാം പ്രാധാന്യമുള്ള വേഷത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ശമ്പളത്തിൽ ലേലം വിളിയൊന്നും ഇല്ലാതെ കൊടുത്തേക്കണമെന്ന് ഞാൻ സിന്ധുവിനോട് ചട്ടം കെട്ടുകയും ചെയ്തിരുന്നു. അദ്ദേഹം വലിയ നിർമ്മാതാവായിരുന്നല്ലോ. അപ്പോൾ ഷൂട്ടിങ്ങിനായി അദ്ദേഹം വാങ്ങിക്കൂട്ടിയ പാത്രങ്ങൾ, ഗ്യാസ് സിലിണ്ടറുകൾ, അടുപ്പുകൾ, പെട്ടികൾ ഒക്കെ എനിക്ക് സ്ഥലം മെനക്കെടുത്തുന്നു ദിനേശേ. അന്ന് വാടക വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. വാടക വീടല്ലേ ദിനേശ്, അവിടെ സ്ഥലം മെനക്കെടുത്തുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട് ദിനേശ്. ന്യായമായ വിലയിട്ട് ദിനേശ് എടുത്താൽ വലിയ ഉപകാരമായി എന്ന് അദ്ദേഹം എന്നോടൊരു ദിവസം പറഞ്ഞു. അദ്ദേഹം തരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരുക, എത്രയാ വിലയെന്ന് അദ്ദേഹം പറയുന്നത് അത് കൊടുത്തേക്കാനും ഞാൻ സിന്ധുവിനോട് പറഞ്ഞു. സിന്ധു അതും പാലിച്ചു. അല്ല ബാർഗൈനിങ് പോലെ ചേട്ടാ ഇത്രയും ചോദിക്കരുത്, ഒരു 5000 കുറയ്ക്കണം എന്നൊന്നും സിന്ധു പറയാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞ തുക കൊടുത്തെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അവസ്ഥ കണ്ട് ഞാൻ എല്ലാം പൊളിഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെ പരസ്യപ്പെടുത്തിയപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ ദിനേശ് കേൾക്കില്ല. സിന്ധു പറഞ്ഞ് വിശദമായ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ദിനേശ് കേൾക്കില്ല. സിന്ധു ഒരു കാര്യം ചെയ്യണം, ദിനേശിനെയും കൊണ്ട് ഭീമ ജുവലറി പോയി അവിടെ ഈ ജെമ്മിൻ്റെ ഒരാളുണ്ട്, പ്രൊഫസറുണ്ട്, അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിട്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് നാളും ഒക്കെ കുറിച്ച് കൊടുത്താൽ അദ്ദേഹം ദിനേശിൻ്റെ കയ്യിലിടാൻ 1-2 മോതിരങ്ങൾ ഉണ്ടാക്കി തരും. ഈ മോതിരം ഇട്ടാൽ ഉറപ്പായിട്ടും ദിനേശ് തിരിച്ചു വരും. കാരണം സ്വന്തമായ ഒരു കാറ് പോലും ഇല്ലാതെ എല്ലാം വിറ്റ് തുലച്ച് ആട്ടോയിൽ യാത്ര ചെയ്ത് ഞാനിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അദ്ദേഹം നിർദ്ദേശിച്ച കല്ലുകളൊക്കെ ഇട്ട ശേഷമാണ്. അത് എന്നോട് ദിനേശ് ചേട്ടനുണ്ടായിരുന്ന കരുതൽ കൊണ്ടായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞത്. ആ മോതിരങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെന്ന് കടം മറിച്ച് അതൊക്കെ വാങ്ങിച്ചിട്ടു. അവസാനം പലർക്കും പലിശ കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ബാങ്കിൽ പണയം വെച്ചു, എല്ലാം ഊരി. ബാങ്കുകാർക്ക് പലിശ കൊടുക്കാതെ പോയപ്പോൾ അവർ ലേലം വിളിച്ച് കിട്ടിയ വിലയ്ക്ക് വിറ്റു. അങ്ങനെ ആ മോതിരങ്ങളൊക്കെ പോയി. എങ്കിൽ പോലും എനിക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ച ആളാണ്. വീടിൻ്റെ ലോൺ പ്രശ്നത്തിൽ 2 ലക്ഷം തേടി പണിക്കരേട്ടൻ്റെ അടുത്തും ഞാൻ ചെന്നു. കടം കയറി സ്വന്തമായുണ്ടായിരുന്ന കാർ പോലും വിറ്റ്, കടകളെല്ലാം വിറ്റ് ആട്ടോയിൽ യാത്ര. കടം കൊടുത്തവരുടെ ശകാരം, ദിലീപിന് കൊടുത്ത ചെക്ക് ക്യാൻസലായി, അത് അറസ്റ്റ് വാറണ്ടിലേക്ക് എത്തിയല്ലോ. ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്ത് പിന്നെയും പിടിച്ചു കയറിയ മനുഷ്യനാണല്ലോ ദിനേശ് പണിക്കർ. ഞാൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. എല്ലാം സശ്രദ്ധം അദ്ദേഹം കേട്ടു. ഞാൻ എന്താ വേണ്ടത് ദിനേശ് എന്ന് ദിനേശ് പണിക്കർ എന്നോട് ചോദിച്ചു. ചേട്ടന് പരിചയമുള്ള പണം കടം കൊടുക്കുന്ന ഒരാളെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഞാൻ കടം വാങ്ങിയിട്ടുള്ള, ഇപ്പോഴും നല്ല ബന്ധമുള്ള നിരവധി പേരുണ്ട് ദിനേശ് തിരുവനന്തപുരത്ത്. പലരെയും ദിനേശിനറിയില്ല, പക്ഷേ ദിനേശിനെ അവർക്കെല്ലാം അറിയാം. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ അത് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി, ഇവിടെ വിജയിക്കുമല്ലോ. അവരിൽ ഒരാളെപ്പോലും ഞാൻ ദിനേശിനെ പരിചയപ്പെടുത്തില്ല. അത് ശരിയായ നടപടിയല്ല, വേറൊന്നും തോന്നരുത് ദിനേശ്. ചിരിച്ചോണ്ട് പണിക്കർ പറഞ്ഞ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 10-13 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ആത്മയുടെ ഈ ടെലിവിഷൻ നടന്മാരുടെ ഒരു സംഘടന ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി, ചെയർമാൻ ഗണേശനും. അപ്പോൾ ആത്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ഇൻഡാസ് ടെലിവിഷൻ ഫ്രട്ടേണിറ്റിക്ക് കൊടുത്തു. എനിക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു ഇൻഡാസ്. അതായത് വർക്കലയിൽ കൊറോണ കാലത്ത് ഷൂട്ടിംഗ് അനുവദിക്കാത്ത കാലത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ പോയി ഷൂട്ട് ചെയ്യുകയും അവിടെ പോലീസ് റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ ആ സീരിയലുമായി ബന്ധപ്പെട്ടവരുടെയും കട്ടിലിൻ്റെ കിടക്കയ്ക്കടിയിൽ നിരോധനമുള്ള കോണ്ടം കണ്ടെത്തുകയും പോലീസുകാരുടെ നല്ല മനസ്സുകൊണ്ട് അതിൽ അഭിനയിക്കുന്നവരോട് ഹോട്ടലിൻ്റെ പുറകെ കൂടെ ഇറങ്ങി രക്ഷപ്പെട്ടോളാൻ പറയുകയും
സംവിധായകനടക്കം നടന്മാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇത് രഹസ്യമായിട്ട് വെച്ചു. സർക്കാരിനെതിരെ ചെയ്തതാണേ. കൊറോണ കാലത്ത് ഷൂട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് തെറ്റിച്ച് ചെയ്ത് അവർക്കല്ല ചെന്നിട്ട്. ഇത് നമ്മളെ ഈ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ നടീനടന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ദിനേശ് പണിക്കർ ടെലിവിഷൻ പെട്ടൻറ്റിക്ക് പരാതി കൊടുത്തത്. അദ്ദേഹം പറയുന്നത് ഈ കോണ്ടം സൂക്ഷിച്ചിരുന്നത് രക്തം നിറയ്ക്കാനാണ്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ രക്തം പൊട്ടി ഉടുപ്പിലൊക്കെ വെടികൊണ്ടൊക്കെ പൊട്ടുന്നില്ലേ, അതിൽ നിറയ്ക്കാൻ വെച്ചിരുന്ന കോണ്ടം എന്നാണ് പറഞ്ഞത്. അത് അത് മേക്കപ്പ് മാൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരുന്നാൽ പോലെ, നടീനടന്മാരുടെ കട്ടിലിനടി വയ്ക്കുന്നതിന്. അപ്പോൾ അത് ഞാൻ ആ പ്രോഗ്രാം കൃത്യമായിട്ട് ഇവർക്ക് ആടി കിട്ടുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. പണിക്കൊരു ഉടൻ തന്നെ ഒരു ഇൻഡാസ് എഴുതി ടെലിവിഷൻ പെട്ടൻറ്റിക്ക് കൊടുത്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കാരണം തുടർച്ചയായിട്ട് ഞാൻ 4 എപ്പിസോഡ് എന്തോ പണിക്കർക്കെതിരെ ചെയ്തു. ഈ കഥയൊന്നും പറഞ്ഞില്ല. അവസാനം ഗണേശൻ എന്നെ വിളിച്ചിട്ടുണ്ട്, ശാന്തിവിളെ മതി ശാന്തിവിളെ, ഇനി അയാളെ പറയണ്ട കേട്ടോ, അയാൾ ഇന്നലെ വന്ന് അയാളുടെ വിഷമിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിർത്തി. ഞാൻ പറഞ്ഞു ഇല്ല ഗണേശൻ ഇനി പറയില്ല, അവിടെ നിർത്തി. അങ്ങനെ ഇതിന് പണിക്കരുമായിട്ടും പണിക്കരുടെ മനസ്സിലിപ്പോൾ ഒരു കറുപ്പ് കാണും, എന്നാലും എന്നെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ടെലിവിഷൻ പെട്ടൻറ്റിലാണെങ്കിൽ ആജീവനാന്ത അംഗത്വമുള്ള ആളാണ് ഞാൻ. ആ സംഘടനയിൽ രാജി എഴുതി കൊടുത്ത് അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ 2 ദിവസമേ ഉള്ളൂ. ഉണ്ണി ചെറിയാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആരാണ്, അദ്ദേഹം വിളിച്ചിട്ട് എന്താ പറഞ്ഞു, പുതിയ ഡയറക്ടർ ഇറക്കുന്നു, താങ്കളുടെ പുതിയ വിലാസവും ഫോട്ടോയൊക്കെ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മുമ്പ് വേറൊരാൾ വിളിച്ചിരുന്നു, അഖിലേഷ്. അല്ല അഖിലേഷ് വിളിച്ചിട്ട് നിങ്ങൾ അയച്ചില്ല ദിനേശ് ചേട്ടാ, എനിക്ക് അയച്ചു തരൂ. ഞാൻ പറഞ്ഞു അത് വേണോ, ഞാനതിന് രാജിവെച്ച് പോയല്ലേ. അങ്ങനെ പറയരുത് അയച്ചു തരണം. ഞാൻ പക്ഷേ അയച്ചു കൊടുത്തില്ല. എന്നാലും ഞാൻ പറയുന്നു, ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും പണിക്കരേട്ടനോട് ഹായ് ബന്ധം ഞാൻ തുടരുന്നു. പക്ഷേ മരണം വരെ അദ്ദേഹം ക്രൂരമായി പറഞ്ഞ അത് ശരിയായ നടപടിയല്ല എന്ന ഡയലോഗ് ഞാൻ മറക്കില്ല. പണിക്കരേട്ട, നിങ്ങൾ അത്ര ക്രൂരമായാണ് ചിരിച്ചോണ്ട് എന്നെ പറഞ്ഞത്. ഞാനൊരു പൈസ കടം കൊടുക്കുന്ന ഒരാളെയും പരിചയപ്പെടുത്തില്ല എന്ന് പറഞ്ഞത്. കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ബോറടിച്ച് തുടങ്ങിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാലും പറയുന്നു, ഞാൻ കടന്നു വന്ന വഴികൾ, നേരിട്ട ദുർഘടമായ പാതകൾ, അവഹേളനങ്ങൾ എല്ലാം പറയണം. നാളെ നിങ്ങൾക്കിതുപോലൊരവസ്ഥ വന്നാൽ നേരിടാൻ പറഞ്ഞു തരുന്നതാണ്. എവിടെ വെച്ചാണെന്നറിയില്ല, നമ്മുടെ പ്രശസ്തനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പ്രൊഫസർ അലിയാർ സാറിനെ ആദ്യമായി പരിചയപ്പെട്ടതെന്ന് എനിക്ക് ഓർമ്മയേയില്ല. എവിടെയോ വെച്ച് പരിചയപ്പെട്ടു. എപ്പോഴോ അദ്ദേഹം എന്നെ ഒരക്ഷരം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കൂടി പ്രൊഫസറായി മാറി. ഞാൻ ആ ബഹുമാനത്തോടെ അലിയാർ സാറിനെ കാണും. ഒരു അക്ഷരം പറഞ്ഞു തന്ന ഗുരുനാഥനായിട്ടേ കാണാറുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ഇപ്പോഴും ചുരുങ്ങിയത് 1 മണിക്കൂർ സംസാരിക്കും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്. ഏതെന്നൊന്നുമില്ല, എന്ത് വിഷയമായാലും ശരി 1 മണിക്കൂർ ചുരുങ്ങിയത് സംസാരിക്കും. ഇതിനിടയിൽ അലിയാർ സാർ പറയുന്നത് നിക്കോട്ടിൻ ഒട്ടുമില്ല എന്ന് പറയുന്ന പെൻസിലിൻ്റെ വണ്ണമുള്ള ഒരു സിഗരറ്റുണ്ട് സാറിൻ്റെ കയ്യിൽ. ആ സിഗരറ്റ് ഒരു 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് സാർ ഈ വർത്തമാനത്തിനിടയിൽ വലിച്ചു തീക്കുകയും ചെയ്യും. സാറ് പറയുന്ന കഥകൾ കേൾക്കാൻ എനിക്കും പറയുന്ന സാറിനും ഇഷ്ടമാണ്. സാറ് പറയുന്ന കഥകൾ കേൾക്കുന്ന മറ്റുള്ളവരെ സാർ ശ്രദ്ധിക്കുകയില്ല. ഈ ചുറ്റും നിൽക്കുന്ന വേറെ ആരൊക്കെ നിന്നാലും അതൊന്നും ശ്രദ്ധിക്കില്ല. എൻ്റെ പേര് വിളിച്ചും എൻ്റെ മുഖത്ത് നോക്കി മാത്രമേ സാറ് കഥാകഥനം നടത്താറുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ വർക്ക് നടക്കുന്നത് സനൽ തോട്ടം എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഡിങ്കൻ്റെ പ്രൊഡ്യൂസറായ സനൽ തോട്ടത്തിൻ്റെ ന്യൂ TV എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണല്ലോ. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 10:30 വരെ അലിയാർ സാറിൻ്റെ സമയമാണ്. അതങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. വേറെ ആര് വന്നാലും 9:30 ഇറങ്ങി കൊടുക്കണം. 10:30 കഴിഞ്ഞാൽ പിന്നെ കിട്ടുള്ളൂ. സഫാരി ചാനലിന് വേണ്ടി അലിയാർ സാറ് നരേഷൻ കൊടുക്കാൻ എത്തുന്നത് ആ സമയത്താണ്. സ്വന്തം ഇന്നോവ കാറിൽ ഡ്രൈവറുമൊക്കെ ആയിട്ടാണ് വരവ്. സഫാരിയുടെ വർക്ക് കഴിഞ്ഞാൽ മറ്റ് സ്റ്റുഡിയോകളിലേക്ക് സാർ യാത്രയാകും. പിന്നെ എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ന്യൂ TVയിലെത്തും. അപ്പോഴേക്കും ഒരിക്കലും സമയക്ലിപ്തത പാലിക്കാത്ത എൻ്റെ വരവപ്പോഴായിരിക്കും. പറ്റിയ കക്ഷിയെ കിട്ടിയ സന്തോഷത്തിൽ സാറ് സംസാരം തുടങ്ങും. ഷൂട്ടിംഗ് ഫ്ലോർ റെഡിയാണെന്ന അറിയിപ്പ് എനിക്ക് വന്നാലോ, സാറിന് ഡബ്ബിംഗ് ഷൂട്ട് ഒഴിഞ്ഞു എന്നുള്ള അറിയിപ്പ് വന്നാലോ, സാറിന് വന്നാലോ വർത്തമാനം ഞങ്ങൾ നിർത്താറേ ഇല്ല. ഞങ്ങൾ വർത്തമാനം തുറന്നുകൊണ്ടിരിക്കും 1-1.5 മണിക്കൂർ. കഥ പറച്ചിൽ സാറിൻ്റെ കഥ പറച്ചിൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് അത് തുറന്നുകൊണ്ടേയിരിക്കും. ഒപ്പം നിക്കോട്ടിൻ ഇല്ല എന്ന് സാർ പറയുന്ന പുകവലിയും തുടരും. നേരത്തെ പറഞ്ഞ രഞ്ജിത്തിൻ്റെയും പണിക്കരേട്ടനെയും പോലെ ഒരു നാൾ അലിയാർ സാറിനോട് ഞാൻ എൻ്റെ വിഷയം പറഞ്ഞു. 2 ലക്ഷം രൂപ കടം വാങ്ങാൻ സാർ എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരണം. അപ്പോൾ പെൻഷനും ഡബ്ബിങ്ങും ഇന്ന് കിട്ടുന്ന വരുമാനം എല്ലാം ആയിട്ട് മാസം തോറും
നല്ല ഒരു ലക്ഷപ്രഭുവാണ് സാറെന്ന് പറയാം. വസ്തു വാങ്ങി കൂട്ടലല്ലാതെ ബാധ്യത ഒന്നുമില്ല സാറിന് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും സാറ് തന്ന് സഹായിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഒരാളെ ഒന്ന് റെഡിയാക്കി തരണം എന്നാണ് പറഞ്ഞത്. ഞാൻ പൊളിഞ്ഞു നിൽക്കുകയാണ് എന്ന് ഞാൻ തന്നെ പ്രഖ്യാപിച്ചതിനാൽ അത്തരം കാര്യങ്ങളൊന്നും സാറിനാരും പറഞ്ഞു കൊടുക്കുകയും വേണ്ട. ഞാൻ ഇത്തരം ഒരാവശ്യം സാറിനോട് പറയുമെന്ന് സ്വപ്നത്തിൽ സാർ കരുതിയതല്ല. സാറിനൊരു ഷോക്കായിപ്പോയത്. അലിയാർ സാറ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ചിന്താമഗ്നായി 2 ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എനിക്ക് അപ്പോൾ കാറുണ്ട്, ആക്റ്റീവ സ്കൂട്ടറുണ്ട്, വീടുണ്ട്. അക്കാലത്താണ് ഞാൻ ഈ 2 ലക്ഷം രൂപ ചോദിക്കുന്നത്, അല്ല അനാഥനായപ്പോഴല്ല. സാർ ആരോടൊന്നില്ലാതെ സ്വയം പറഞ്ഞു, ദിനേശിൻ്റെ ന്യായമായ ചോദ്യമാണ്, ആവശ്യമാണ്, നടപ്പിലാക്കി തരേണ്ടത് ഞാനടക്കമുള്ളവരുടെ ഉത്തരവാദിത്വമാണ്, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് സ്വയം അലിയാർ സാർ പ്രഖ്യാപിച്ചു. അപ്പോൾ എനിക്കുണ്ടായ അനുഭൂതി 25 കോടി ബെമ്പർ അടിക്കുന്നതിനും അപ്പുറമായിരുന്നു സത്യം. ഈ സംഭവം നടന്നിട്ട് ചുരുങ്ങിയത് 14 വർഷം വരാം. ഇന്നും അലിയാർ സാറ് ആ വഴി കണ്ടെത്തിയിട്ടില്ല എന്നത് പരമാർത്ഥം. പക്ഷേ മറ്റുള്ളവർ എന്താ പറയുക, പരിചയപ്പെടുത്തി തരില്ല എന്ന് പറഞ്ഞ ക്രൂരത അലിയാർ സാർ കാട്ടിയില്ല. ആ പറഞ്ഞ നേരത്തെങ്കിലും എനിക്കൊരു ആശ്വാസം ഉണ്ടായല്ലോ. ഇന്നും അലിയാർ സാർ എൻ്റെ 4 അക്ഷരം പറഞ്ഞു തരാത്ത അലിയാർ സാർ തന്നെയാണ്. ആ നല്ല ഗുരുശിഷ്യ ബന്ധം ഞാൻ ഇന്നും ആസ്വദിച്ച് തുടരുന്നു. ഒരു പക്ഷേ സാർ ആ പറഞ്ഞത് അന്ന് തന്നെ മറന്നിരിക്കാം, അല്ലെങ്കിൽ കളഞ്ഞിരിക്കാം. ഞാനൊന്നും മറക്കാത്തവനായതിനാൽ ഇന്നും ഇതെല്ലാം ഓർക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. ഒരു ക്രൂരമായ കഥ കൂടി പറഞ്ഞ് ഈ ബോറൻ കഥ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യവാസ കഥ അവസാനിപ്പിക്കാം. ഒരു നാൾ വിഷണ്ണനായി സ്റ്റുഡിയോയിലിരിക്കുകയാണ് ഞാൻ. അന്ന് എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്. നാളെ ബാങ്കിൽ 2 ലക്ഷം കെട്ടണം. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്തെല്ലാം വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നു. 1,18,00,000 കടക്കാരനാണ് ഞാൻ. പലിശയില്ലാതെയും 1 ലക്ഷത്തിന് മാസം 15,000 രൂപ, അതായത് ദിവസം 500 രൂപ പലിശയ്ക്കും വരെ ഞാൻ കടമെടുത്ത് നക്ഷത്രക്കാൽ എണ്ണി നിൽക്കുന്ന കാലമാണ്. എൻ്റെ സ്റ്റുഡിയോയിൽ നിരവധി പേർ അന്തേവാസികളായി കൂടിയിരുന്നു. എല്ലാം സീരിയൽ സിനിമ ബന്ധക്കാർ മാത്രം. അതിലൊരാൾ ആറ്റിയാൽ അമ്മച്ചിയുടെ പേര് പതിച്ചെടുത്തിരിക്കുന്ന ഒരു മഹാനാണ്. പേരിൻ്റെ കൂടെ അത് ചുമന്നുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. ആറ്റിയാലമ്മച്ചി എൻ്റെ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ നടക്കുന്നൊരുത്തനാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം പറയുകയാണെങ്കിൽ, ആദ്യ ഭാര്യ ഒരു മകനായ ശേഷം ഇദ്ദേഹം നൽകുന്ന സ്നേഹം സഹിக்க വയ്യാതെ ഒരു നാൾ തൂങ്ങി മരിച്ചു. രണ്ടാമത് കെട്ടിയ ഹതഭാഗ്യ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സ്വയം പിരിഞ്ഞുപോയി. ആർക്കും പാരപണി. എന്നാലും അനാഥൻ എന്ന നിലയിൽ ഞാൻ അയാളെ കൂടെ കൂട്ടി. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നവനായതിനാൽ എനിക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് അയാൾക്ക് നീട്ടുമായിരുന്നു സിന്ധു. ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞില്ല, അതിനെ ആ തൂങ്ങി മരിച്ച ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുപോയി. ഇയാളല്ല വളർത്തിയത്. ഇയാൾ കയറി വരുമ്പോൾ ഞാൻ മൂഡ് ഔട്ടായിരിക്കുകയാണ്. എത്ര നന്നായി അഭിനയിച്ചിട്ടും അയാളതിൽ കയറി പിടിച്ചു, കാര്യം തിരക്കി. പറയാതെ ഒഴിഞ്ഞിട്ടും അയാൾ വിട്ടില്ല. ഒടുവിൽ ഞാൻ സത്യം പറഞ്ഞു. കാശ് നാളെ ഞാൻ തരാം, ബാങ്ക് പലിശ തന്നാൽ മതിയെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. കാശ് പറഞ്ഞ പോലെ തന്നു, പ്രശ്നം പരിഹരിച്ചു. ഇടയ്ക്ക് പലിശ മുടങ്ങി. പലിശ മുടങ്ങിയപ്പോൾ അയാളുടെ സ്വഭാവം മാറി. ഒരു പൈസ മുടക്കമില്ലാതെ വീട് വിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ പലിശയും മുതലും തരാമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ പലിശയ്ക്ക് വേണമെങ്കിൽ പലിശ ഞാൻ തരാം, നിങ്ങളെനിക്ക് അല്പ സാവകാശം തന്നാൽ മതി, വീട് ഏറ്റവും അടുത്ത സമയത്ത് വിറ്റ് പോകും എന്ന് ഞാൻ പറഞ്ഞു. ഒരു നാൾ ഞാൻ വീട്ടിലില്ല എന്ന് ഉറപ്പിച്ചിട്ട് അയാൾ വീട്ടിൽ വന്ന് സിന്ധുവിനോട് പറയാൻ പാടില്ലാത്ത ഭാഷയിൽ സംസാരിച്ചു. എൻ്റെ മകൻ ജീവിതത്തിൽ ഒരാളോടെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുള്ളൂ, അത് ഈ ബോറിനോടായിരുന്നു. അന്ന് എൻ്റെ മകന് 15-16 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ ബോറൻ പോയ ശേഷം എൻ്റെ മോൻ പൊട്ടി കരഞ്ഞു വീട്ടിലിരുന്ന്. അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അമ്മയെ വന്ന് ചീത്ത പറയുന്നത് കേട്ട് പൊട്ടി കരഞ്ഞു. അഭിമാനിയായ അച്ഛൻ്റെ ഗതികേടിനെ ഓർത്തായിരിക്കണം എൻ്റെ മകൻ കരഞ്ഞത്. ഞാൻ വന്നപ്പോൾ എൻ്റെ നെഞ്ചി കിടന്ന് സിന്ധു പൊട്ടിക്കരഞ്ഞു. എന്തെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല, അവസാനം കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞ
അനാവശ്യത്തേക്കാൾ അയാളെ ചീത്ത വിളിക്കേണ്ടി വന്ന മോൻ്റെ അവസ്ഥ പറഞ്ഞിട്ടായിരുന്നു സിന്ധു കരഞ്ഞത്. ഞാൻ പക്ഷേ ആശ്വസിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ കടം വാങ്ങിയിട്ട് പലിശ പോലും കൊടുക്കാത്തതുകൊണ്ടല്ലേ, സാരമില്ല, സമാധാനിക്ക് എന്ന് നമുക്കെല്ലാം പരിഹരിക്കാം, നീ സമാധാനിക്ക് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല അയാളെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ പറഞ്ഞത്, എന്നെ കൊണ്ട് കൊച്ചണ്ണ എന്ന് വിളിപ്പിച്ച, ഞാൻ വിളമ്പിക്കൊടുത്തത് കഴിച്ച, എൻ്റെ അച്ഛനാകാൻ പ്രായമുള്ളവൻ പറഞ്ഞ അനാവശ്യ വാക്കുകൾ സിന്ധുവിനെ നന്നായിട്ട് ഒലച്ചു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, വീട് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക. വീട് വിറ്റപ്പോൾ കടം തന്നവരെയൊക്കെ ഞാൻ വിളിച്ചു. അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചില്ല. എൻ്റെ വീട് വാങ്ങിയ ചെറിയൻകീഴുകാരൻ ബാബു എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ, എനിക്ക് വേണ്ടാണ് ആ വീട്. എനിക്ക് ചെറിയൻകീഴിൽ വീടുണ്ട്, PTP നഗറിൽ വീടുണ്ട്, എറണാകുളത്ത് വീടുണ്ട്, തൃശ്ശൂർ വീടുണ്ട്. ഞാൻ ഭാര്യയും 3 മക്കളുമായിട്ട് ജീവിക്കുന്നത് ദുബായിലാണ്. ദുബായ് UAE തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പുള്ളിക്ക്. ഞാൻ വല്ലപ്പോഴും 5-10 ദിവസം വന്നാൽ ഞാൻ ചെറിയൻകീഴ് എൻ്റെ കുടുംബ വീട്ടിലാണ് കഴിയാറ്. പക്ഷേ അണ്ണൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ വീട് വാങ്ങിയത്. അപ്പോൾ അഡ്വാൻസ് ഒന്നും കൊടുത്തില്ല. ഞാനൊരു ആക്രി വില പറയണം, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റാക്ക് വരും. ആ വിലയ്ക്ക് തരികയാണെങ്കിൽ ഞാൻ വാങ്ങാം, അല്ല അതിലൊരു 100 രൂപ കൂടെ തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ 1,30,00,000 രൂപ വില പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വരാതെ ഞാൻ നിന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം 1,65,00,000 രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്ത വീടായിരുന്നു. ആ 1,65,00,000 രൂപ പറഞ്ഞവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ 50 വർഷം ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മണലും ചുടുകട്ടയും മാത്രം ഉപയോഗിച്ച് ചെയ്ത വീടാണ്. 3,878 സ്ക്വയർ ഫീറ്റുള്ള വീട്. ആ വീടിന് 17 സെൻറ്റ് സ്ഥലവും 17.5 സെൻറ്റ് സ്ഥലവും. ഈ വീട് വാങ്ങിക്കാനുള്ള യോഗ്യത ഒന്നെങ്കില്ല, മേലാൽ ഈ വീട് വാങ്ങാൻ ചോദിക്കാൻ ഇവിടെ വരരുതെന്ന് പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടു. 1,65,00,000 പറഞ്ഞവനെ. അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു 30,00,000 രൂപ 35,00,000 രൂപ എൻ്റെ കയ്യിലിരുന്നേനെ. ആ വീടാണ് ഈ പറഞ്ഞ ഈ അലവലാതിയെ കാരണം ആക്രി വിലയ്ക്ക് ഞാൻ പുള്ളിക്ക് കൊടുത്തത്. വീട് വിറ്റു. പക്ഷേ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചില്ല. എൻ്റെ പറഞ്ഞാൽ മറ്റന്നാൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. മറ്റന്നാൾ അദ്ദേഹം കാറിൽ വന്നിറങ്ങി ഡിക്കിയിൽ നിന്ന് HDFCയുടെ ഒരു ചുവന്ന ബാഗ് എടുത്ത് പുറത്ത് വെച്ചു വീട്ടിൽ. അണ്ണാ ഇത് മുഴുവൻ പൈസയുണ്ട്, എണ്ണിക്കോ പറഞ്ഞു. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്, എന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അതെടുത്ത് എൻ്റെ കാറിൻ്റെ ഡിക്കി വെച്ച് പൂട്ടിയിട്ടാണ് ഞാൻ പോയി രജിസ്ട്രേഷൻ നടത്തി കൊടുത്തത്. അപ്പോൾ വീട് വിറ്റു എന്നുള്ള വിവരം ഈ 1,30,00,000 രൂപ കടം കൊടുക്കാനുള്ള എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ തന്നിട്ടുള്ള മുദ്രപത്രങ്ങളും ചെക്കുകളും ഒക്കെ എടുത്തു വയ്ക്കാൻ എല്ലാവരോടും പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ഞാൻ കാശ് തരാം, നിങ്ങളിതെല്ലാം റെഡിയാക്കി വയ്ക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. 2 നാൾ കഴിഞ്ഞിട്ട് ഈ ആറ്റുകാലിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവൻ ആ ബോറൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, വാടക വീട് മാറുന്നതിനാൽ എവിടെയോ നിങ്ങൾ തന്ന 2 ചെക്കുകളും പത്രവും കൈമോശം വന്നു, ഞാനിപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവന് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അയാളെയും വിശ്വസിച്ചെന്നെ ഇതൊളിച്ച് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിനിടയിൽ ഇയാൾ ചെയ്തൊരു മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കും ഇയാൾക്കും പരിചയമുള്ള ഒരാളിനെ വഴി വെച്ച് കണ്ടവൻ പറഞ്ഞു, മറ്റവൻ്റെ വീട് വിറ്റ് കേട്ടോ, ശാന്തുള്ളയുടെ വീട് വിറ്റു, എൻ്റെ പൈസ ഇപ്പോൾ കിട്ടും, ഞാൻ ആ പൈസ വാങ്ങിച്ചിട്ട് ഒരു കളി കളിക്കും. കളി എന്താണെന്ന് വെച്ചാൽ ചെക്ക് കാണാനില്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് ആ ചെക്ക് കൊണ്ടുവന്ന് ബാങ്കിലിട്ട് ബൗൺസ് ആവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും പൈസ എടുക്കുകയോ ഒക്കെ ചെയ്യാം. ബൗൺസ് ആവുകയാണെങ്കിൽ അവൻ്റെ പേരിൽ ഒരു ചെക്ക് കേസ് കൊടുത്ത് അവനെ കുരുക്കാമെന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചത്. എൻ്റെ കാശ് വാങ്ങിയിട്ട് ഞാൻ അവനെ ഒരു കുരുക്കും എന്ന് പറഞ്ഞു. ആ കേട്ട വലിയ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൂക്ഷിക്കണം, അവൻ ഏത് ചതിയും നടത്തും, എന്നോടിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അബദ്ധത്തിൽ ചാടി ചെക്ക് കേസിലെ പ്രതിയാകുമായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ചെക്ക് തരാതെ കാശ് തരില്ല എന്ന് ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു. എനിക്ക് ചെക്ക് കിട്ടണം, 2 ചെക്ക്, ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ചെക്കും കാത്തലിക് സിറിയ ബാങ്കിൻ്റെ ഒരു ചെക്കും 100 രൂപയുടെ ഒരു പത്രവും. അത് കിട്ടിയാലേ ഞാൻ കാശ് തരും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അത് കൈമോശം വന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. 2 ചെക്കുകളും 100 രൂപയുടെ മുദ്രപത്രവും കൈമോശം നിങ്ങളിൽ നിന്ന് വന്നതാണെന്നും അതാരെങ്കിലും ദുരുപയോഗം ചെയ്താൽ നിങ്ങളായിരിക്കും ഉത്തരവാദിയെന്നും മുദ്രപത്രത്തിൽ എഴുതി തന്നാൽ ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്താ പറയുക, അതിന് അയാൾ സമ്മതമല്ല, ആലോചിക്കട്ടെ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു DSP രാജ്കുമാറുണ്ട് തിരുവനന്തപുരത്ത്. എൻ്റെ ഒരു ചേട്ടായെന്ന് വിളിക്കുന്നത് 100% അയാളുടെ ജ്യേഷ്ഠനായിട്ട് തന്നെയാണ്. ഞാൻ രാജ്കുമാറിനോട് ഈ വിവരം പറയുമ്പോൾ രാജ്കുമാർ എന്താ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും ചേട്ടാ, ഒരു പരാതി എഴുതി ഇങ്ങെടുത്താൽ ഞാനത് കുബേരയിൽപ്പെടുത്താം. ശാന്തിവിള ജംഗ്ഷനിൽ പോലും ഒരുത്തനും വന്ന് ചേട്ടൻ്റെ ഒരക്ഷരം പറയില്ല, ഈ 1,18,00,000 കൊടുക്കാനുള്ളവന്മാർ. ഞാൻ പറഞ്ഞു, രാജ്കുമാറേ,
ഞാൻ ഈ അലക്കി തേച്ച മുണ്ടും ഉടുപ്പൊക്കെ ഇട്ട് വടി പോലെ ഉടുപ്പൊക്കെ ഇട്ട് ഒരു കല്യാണ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ എതിർവശത്ത് നിന്നിട്ട് ഒരുത്തൻ വേറെത്തണ്ട് പറയുന്നത് ഇട്ടിരിക്കില്ലേ ഈ ഷർട്ടും മുണ്ടും ഒക്കെ, ഇത് എൻ്റെ പൈസയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ന് മാത്രമല്ല, ഞാൻ മൺമറഞ്ഞു പോയാലും എൻ്റെ മകൻ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്തവൻ്റെ മോനാണെന്ന് ഒരാൾ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല രാജ്കുമാർ എന്ന് പറഞ്ഞ് ഞാൻ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പൂന്തുറയിൽ നിന്ന് ഒരു RSSൻ്റെ കാര്യവാഹം എന്താ പറഞ്ഞ ഒരു നേതാവ് വിളിക്കുന്നു. നിങ്ങൾ ഇന്ന ആളിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിരുന്നോ? ഞാൻ വാങ്ങിച്ചിരുന്നു. അത് കൊടുക്കാത്തെന്താ? ഞാൻ അതിങ്ങനെ അതൊന്നും അത്ര ഉഴപ്പ് പരിപാടികളൊന്നും ഇങ്ങോട്ട് വേണ്ട, പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും. ഞങ്ങോട്ട് നീ ആയിരിക്കും? ഞാൻ മറ്റേ RSSൻ്റെ കൊണാണ്ടറാണ്. ഞാൻ അവന് പോടാ, 17 വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടി എന്നെയാണ് നീ ഓലപ്പിപ്പി കാണിച്ച് പേടിക്കും. പിന്നെ നിൻ്റെ അച്ഛൻ വിചാരിച്ച നടക്കുള്ള മറ്റവനെ എന്ന് ഒരു വള്ളം തെറി അവന് കൊടുത്തു. അതങ്ങനെ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, നാളെ കമ്മീഷണർ മുന്നിൽ ഹാജരാക്കണം. അന്ന് രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഇയാൾ ഈ ആറ്റുകാലത്തെ പ്രസാദവും കൊണ്ട് ചെന്ന് ചെന്നിത്തലയെ കുപ്പിയിലിറക്കി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ചെന്ന് കുപ്പിയിലിറക്കും. അങ്ങനെ കമ്മീഷൻ ഓഫീസിൽ ചെന്ന് ഞാൻ അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട്, അറിയോ? ഞാൻ പിന്നെ അറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഇയാൾ ഇന്ന് കാശ് വാങ്ങിയിരുന്നോ? ഞാൻ വാങ്ങിയിരുന്നു. എത്ര? ഞാൻ എമൗണ്ട് പറഞ്ഞു. ആ പൈസ കൊടുക്കാത്തെന്താ? ഞാൻ സാറേ, ബാങ്ക് ഓഫ് ബറോഡയുടെയും കാത്തലിക് ബാങ്കിൻ്റെയും 2 ചെക്കും ഒരു മുദ്രപത്രവും പുള്ളിക്ക് കൊടുത്തിരുന്നു. അതിപ്പോൾ ഇല്ല, കാണാനില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കാണാനില്ലെങ്കിൽ അതങ്ങ് പോട്ടെ, നിങ്ങളൊരു 100 രൂപ പത്രത്തിൽ അത് എഴുതിത്താ എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല. വർഷങ്ങളായില്ലേ പൈസ വാങ്ങിച്ചിട്ട്. അതിന് മുമ്പ് കൊടുത്ത ആ മുദ്രപത്രത്തിനും ചെക്കിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ല. അതായത് ഈ കമ്മീഷണർ പറയുകയാണ്, അതങ്ങ് കൊടുത്തേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും സാർ, ഞാൻ അയാളുടെ കാശ് ഇന്ന് തന്നെ സാറിന് മുമ്പ് വെച്ച് കൊടുക്കാം. ഈ മുദ്രപത്രവും ചെക്കും ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ സാറാണ് ഉത്തരവാദി എന്ന് എഴുതിത്തരും. ഞാൻ ഏൽക്കുന്നു എന്ന് എഴുതിത്തരും. അതങ്ങനെ ഞാൻ എഴുതിത്തരും. ഞാൻ പറഞ്ഞു, കടം വാങ്ങിയ കാശ് കൊടുക്കാനുള്ളതിൽ സാറിന് ഇടപെടാൻ എങ്ങനെ അവകാശം? സാറത് കോടതി കൊടുന്നേ, കേസ് ചാർജ് ചെയ്ത് കോടതി കൊടുക്കുക. 15 വർഷം കഴിഞ്ഞ് ഞാൻ കൊടുത്താൽ മതിയല്ലോ. ഞാൻ കൊടുക്കാനില്ല എന്നല്ലല്ലോ പറയുന്നത്. എൻ്റെ ഇത് വാങ്ങിയ ചെക്കും മുദ്രപത്രം തരണമെന്നല്ലേ പറയണേ. സാർ അങ്ങനെ ചെയ്യും. അല്ല, അത് ചെയ്യാനുള്ള പ്രൊഫഷൻ എനിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് തലവേദന പിടിച്ചൊരു കേസാണ്, നാളെ രാവിലെ വരൂ, ആലോചിച്ച് തീരുമാനം നാളെ രാവിലെ പറഞ്ഞാൽ മതി. ഞാനങ്ങ് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഞാൻ സിന്ധുവിനെയും കൊണ്ടാണ് ചെന്നത് കമ്മീഷൻ ഓഫീസിൽ. അപ്പോഴും ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ആറ്റുകാൽ പ്രസാദമൊക്കെ മേശപ്പുറത്ത് വെച്ച് പച്ചയോ ചുവപ്പോ പോലുള്ള ഒരു ജുബയൊക്കെ ഇട്ടിങ്ങനെ ഇരിപ്പുണ്ട്. വിജയശ്രീ ലാളിതനായിരിക്കുകയാണ്. ചെന്നു, എന്തായി തീരുമാനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, ഇതെൻ്റെ ഭാര്യയ്ക്കൊരു കാര്യം സാറിനോട് പറയാനുണ്ട്. അവൾ വള്ളി പുള്ളി തെറ്റാതെ മറ്റേ വീട്ടിൽ വന്ന് ഇവൻ പറഞ്ഞ അനാവശ്യം പറഞ്ഞു. എൻ്റെ അച്ഛനെ പോലെ ആയിരുന്നു, ഞാൻ ആഹാരം കൊടുത്തവനായിരുന്നു, എന്നെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്നലെ കണ്ട കമ്മീഷണറെ ആയിരുന്നില്ല, അയാൾ മലയാളത്തിലൊരു തെറി വിളിച്ചിട്ട് എണീക്കടോ എന്ന് പറഞ്ഞു. ഈ ആറ്റുകാലത്ത് അങ്ങിക്കൊണ്ട് നടക്കണവൻ ചാടി എണീറ്റു. വെളിയിലിറങ്ങി. അങ്ങനെ വെളിയിറക്കി. എന്നോട് പറഞ്ഞു, നിങ്ങൾ കോടതി കൊണ്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ, 10 പൈസ കൊടുക്കരുത്. ഞാനിങ്ങ് പോയിരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അടൂർ ഫാസി കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാപനം ഉണ്ടായിരുന്നു, അവാർഡുകളൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ പ്രസിഡൻറ്റ് ഒരു ഡോക്ടർ പ്രദീപാണ്. പ്രദീപ് എന്നെ വിളിച്ചു, അണ്ണാ മറ്റേ അലവലാതിക്ക് അണ്ണൻ ഇത്തിരി പൈസ കൊടുക്കാണ്ടല്ലേ? അവനുണ്ട്. അണ്ണാ അതെന്താണ് പ്രശ്നം? ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അണ്ണാ എൻ്റെ നാമം ഒരു 1 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നേ, ഇപ്പോൾ തിരിച്ച് ചോദിക്കുമ്പോൾ അണ്ണൻ തന്നാൽ തരാം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, പ്രദീപേ, ഇതിലൊരു തലവേദനയും വേണ്ട, ഞാൻ കടം വാങ്ങിയതാണ്. പ്രദീപ് ഒരു കാര്യം ചെയ്യും, ഒരു 100 രൂപ പത്രം വാങ്ങി, ആ പത്രത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി തരണം. അതായത് ആ 2 ചെക്കും ഒരു മുദ്രപത്രവും. ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ, യവനല്ല, ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ യവനാണ് ഉത്തരവാദി എന്ന് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ஆனால் അത് ന്യായമായ കാര്യമില്ല, ഞാൻ ചെയ്യാം. പത്രം വാങ്ങുന്നതിൻ്റെ കാശ് ഞാൻ വരുമ്പോൾ പ്രദീപിന് തരാം. പ്രദീപ് അങ്ങനെ ഒരു ഉപകാരം ചെയ്യണം. ഈ പ്രദീപ് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, 100 രൂപയ്ക്ക് ഒരു 500 രൂപയുടെ പത്രം വാങ്ങിച്ചു. എന്നിട്ട് ഇവൻ്റെ വണ്ടിയുടെ ലൈസൻസ്, വണ്ടിയുടെ ബുക്കും പേപ്പറിൻ്റെയും കോപ്പി, ഇവൻ്റെ ആധാറിൻ്റെ കോപ്പി, ഇവൻ്റെ തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ കോപ്പി എന്തിനു പറയണ്, റേഷൻ കാർഡിൻ്റെ കോപ്പി എല്ലാം കൂടി ഒരു കെട്ട് ഇതും കൂടെ അവൻ്റെ നിന്ന് വാങ്ങിച്ചു. ഇത്രയും തന്നാലേ അയാൾ പൈസ തരുള്ളൂ എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ഒരു വൈകുന്നേരം ഞാനും എൻ്റെ മകനും, ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ, ചെങ്ങന്നൂരുള്ള എന്നെ സഹായിച്ച വീട് വയ്ക്കാൻ സഹായിച്ച ചാനൽ, ഞങ്ങൾ 3 പേരോടെ ചെന്ന് പ്രദീപിൻ്റെ കയ്യിൽ ഞാനപ്പോൾ തന്നെ ആ കാശിൻ്റെ ചെക്ക് അങ്ങോട്ട് കൊടുത്തു. പ്രദീപ് ഈ ഇതെല്ലാം വാങ്ങിച്ചിരുന്നില്ല. ആണാ ഈ ചെക്ക് അയാളെ കയ്യിൽ നേരിട്ട് കൊടുക്കണമല്ലോ. ഞാൻ അവന് നേരിട്ട് ചെക്ക് വാങ്ങാൻ എൻ്റെ മുമ്പ് വന്ന് ഞാൻ അവൻ്റെ പല്ലടിച്ച് പറിച്ചു. നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ സംഭവം അവിടെ തീർന്നല്ലോ, എൻ്റെ ഇരിക്കുകയാണല്ലോ പത്രം. ഈ അടുത്ത സമയത്തും ഏതോ ഒരു അലവലാതിയുടെ യൂട്യൂബ് ചാനലിലിരുന്ന് അവൻ പറയുകയാണ്,
ഇവിടെ നെളിഞ്ഞ് നടക്കുന്ന ശാന്തിവിള ദിനേശ് എന്ന് പറയുന്നവൻ എനിക്ക് 5 ലക്ഷം രൂപ തരാതെ എന്നെ പറ്റിച്ചവനാണ് എന്ന് പറഞ്ഞു. എൻ്റെ 2-3 പേര് പറഞ്ഞു മാനേഷ കേസ് ഫയൽ ചെയ്യാൻ. ആ കോപ്പി ഉണ്ടെന്ന്, അതായത് ഇനി ഒരു ബാധ്യതയും അയാളുമായിട്ടില്ല എന്നും എല്ലാ പൈസയും ഇവിടെ വെച്ച് വാങ്ങിച്ചിരിക്കുന്നു എന്നല്ല എഴുതിയിട്ടുണ്ട് 500 രൂപ പത്രത്തിൽ. ഞാൻ 500 രൂപ പ്രതിന് കൊടുത്തു. അപ്പോൾ ഇവൻ പറയുകയാണ് 5 ലക്ഷം രൂപ ഇനിയും പറ്റിച്ചത് കൊടുക്കാനുണ്ടെന്ന്. നേരെ വാ നേരെ പോ എന്നേ ജീവിക്കൂ എന്ന് ചടിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഇത് കേൾക്കുന്നവർ തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും പറയും ഞാൻ ആത്മഹത്യ എന്നൊക്കെ, അല്ലെങ്കിൽ വെള്ളം അടിക്കും, നാട് വിടും എന്നൊക്കെ പറയും. ചെയ്യരുത്. നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ വരും. ദിനേശ് ഇന്നും അവൻ്റെ പഴയ സ്റ്റാൻഡിൽ ആരെയും പറ്റിക്കാതെ വാടക വീട്ടിൽ അന്തസ്സായി ജീവിക്കുന്നു. നന്ദി, നമസ്കാരം.